ഇന്ത്യയിലെ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് ഭരണഘടന പ്രകാരം സർക്കാരിൻ്റെ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ കർത്തവ്യമാണ്. ആയത് എങ്ങനെയാണ് നിർവഹിക്കുന്നത് എന്ന് കേന്ദ്ര ആരോഗ്യ നയത്തിലൂടെയും സംസ്ഥാന ആരോഗ്യ നയത്തിലൂടെയും അതാത് സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഭരണകൂടങ്ങൾ പ്രഖ്യാപിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തു വരികയാണ്. 1994 ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്തി രാജ് സംവിധാനം ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇത്തരം പല കർത്തവ്യങ്ങളും ചുമതലകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൈമാറി. ആയതിലൊന്നാണ് ആരോഗ്യം. ഈ ആരോഗ്യ നയം നടപ്പിലാക്കുന്ന കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ആ നയം നടപ്പിലാക്കുന്ന ചുമതല, അതിന് ആവശ്യം വേണ്ടിയിരുന്ന ഫണ്ട് ജീവനക്കാരെയും സ്ഥാപനങ്ങളെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൈമാറിയിട്ടുണ്ട്. ഈ ആരോഗ്യ നയം നടപ്പിലാക്കുന്നതിനോടൊപ്പം തന്നെ പ്രാദേശികമായിട്ട് അതാത് തദ്ദേശ സ്ഥാപന ഗവൺമെന്റുകൾക്ക് അവരുടെ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്താണ് എന്ന് കണ്ടെത്തി ഈ ആരോഗ്യ നയത്തിനനുസൃതമായി അവയെ അഡ്രസ്സ് ചെയ്യാനായിട്ടുള്ള ചുമതലയും തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഗവൺമെന്റുകൾക്കാണ്. ഈ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ മുതലായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ, അതിനകത്ത് പിന്നെ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും വരും. ഈ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന ഘടകം ഏറ്റവും താഴെത്തട്ടിലുള്ള ഭാഗം എന്ന് പറയുന്ന വാർഡുകൾ അല്ലെങ്കിൽ ഡിവിഷനുകളാണ്. ഇത്തരം ഈ ആരോഗ്യ പരിപാടികൾ നടപ്പിലാക്കുന്നത് പഞ്ചായത്തുകൾ അല്ലെങ്കിൽ തദ്ദേശ ഭരണ സ്ഥാപനം നടപ്പിലാക്കുന്നത് ഏറ്റവും താഴെത്തട്ടിലുള്ള വാർഡുകളിലൂടെയാണ്. ഈ വാർഡുകളിലൂടെ ഈ ആരോഗ്യ പരിപാടിയാണെങ്കിലും ശരി, ഏത് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന ഏത് പദ്ധതികളും നടപ്പിലാക്കുന്നതിന് വേണ്ടി രൂപീകൃതമായിട്ടുള്ള, പ്രധാനമായിട്ടും ആരോഗ്യ മേഖലയിൽ രൂപീകൃതമായിട്ടുള്ള ഒരു സമിതിയാണ് ഹെൽത്ത് സാനിറ്റേഷൻ ആൻഡ് ന്യൂട്രീഷൻ കമ്മിറ്റി, വാർഡ് തല ആരോഗ്യ ശുചിത്വ പോഷക സമിതികൾ എന്ന് പറയുന്നത്. എല്ലാവിധ സംവിധാനങ്ങളും വാർഡ് തലത്തിൽ പരിശോധിക്കപ്പെടുന്ന അല്ലെങ്കിൽ രൂപീകൃതമാകുന്ന പ്ലാൻ ചെയ്യുന്ന സമിതിയാണ് ഗ്രാമസഭ. ഇത് ആരോഗ്യ, അതുപോലെ തന്നെ പൊതുജന സേവനവുമായി ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങളും താഴെത്തട്ടിൽ നിർവഹിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്ന ഒരു ഘടകമാണ് പൊതുജനാരോഗ്യ സംവിധാനത്തില് വാർഡ് തല ആരോഗ്യ ശുചിത്വ പോഷക സമിതി. ഇത് രൂപീകൃതമായിട്ടുള്ളത് ഈ കേന്ദ്ര ആരോഗ്യ നയത്തിന്റെ അടിസ്ഥാനത്തിൽ 2002 കേന്ദ്ര ആരോഗ്യ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ 2005 ദേശീയ ആരോഗ്യ മിഷൻ, ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ NRHM എന്നത് രൂപീകരിക്കുകയും ആരോഗ്യ മേഖലയിൽ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഈ പദ്ധതിയിൽ NRHM എന്നുള്ള പദ്ധതിയിൽ വിഭാവനം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ് വാർഡ് തല ആരോഗ്യ ശുചിത്വ കമ്മിറ്റി. അതായത് ഓരോ പഞ്ചായത്തിലും ആരോഗ്യവും വിദ്യാഭ്യാസവും കൂടെ ചേർന്നിട്ട് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണുള്ളത്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി. സാധാരണഗതിയിൽ കേന്ദ്രത്തിലാണെങ്കിൽ സംസ്ഥാനത്തിലും ഗവൺമെന്റുകൾ ഭരിക്കുമ്പോൾ ഓരോ വകുപ്പുകൾ ഉള്ളതുപോലെ ഈ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ് ആരോഗ്യവും വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ പരിശോധിക്കുകയും ചർച്ച ചെയ്യുകയും അതനുസരിച്ച് തീരുമാനമെടുക്കുകയും പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് വിടുകയും പദ്ധതികൾ ആസൂത്രണം ചെയ്യും, അത് നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ള മോണിറ്റർ ചെയ്യുകയും എല്ലാം ചെയ്യപ്പെടുന്നത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഈ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ വാർഡ് തലത്തിലുള്ള സമിതികളായിട്ടാണ് ഈ ഹെൽത്ത് സാനിറ്റേഷൻ ആൻഡ് ന്യൂട്രീഷൻ കമ്മിറ്റികളെ വിഭാവനം ചെയ്യുന്നത്. അതായത് പഞ്ചായത്ത് തലത്തിലുള്ള ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ വാർഡ് തലത്തിലുള്ള പതിപ്പാണ് വാർഡ് തല ആരോഗ്യ ശുചിത്വ പോഷക സമിതികൾ. ഈ സമിതികളുടെ ഘടന എന്ന് പറയുന്നത്, ഇവിടെ ആവശ്യകത വന്നിട്ടുള്ളത് ആരോഗ്യ പദ്ധതികളും ഏതുതരം പദ്ധതികളും നടപ്പിലാക്കുമ്പോഴത്തേക്ക് അതിന്റെ പൂർണ്ണമായ വിജയത്തിന് ജനകീയ പങ്കാളിത്തം അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടപെടലുകൾ ഇതിനകത്തേക്ക് ആവശ്യമാണ്. അപ്പൊ ആയതിലേക്ക് വാർഡ് തലത്തിൽ ജനകീയ ഇടപെടലുകൾ ഉണ്ടാകാനായിട്ടും ജനങ്ങളുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കാനും ആ മനസ്സിലാക്കിയ ആവശ്യങ്ങൾ, തങ്ങളുടെ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ചിട്ട് പദ്ധതികൾ ആസൂത്രണം ചെയ്യാനായിട്ടും
ഈ നടപ്പിലാക്കുന്ന പദ്ധതികൾ കൃത്യമായി നിരീക്ഷിക്കുന്നതിനായിട്ടും വേണ്ടിയിട്ട് രൂപീകൃതമായിട്ടുള്ളതാണ് വാർഡ് തല ആരോഗ്യ ശുചിത്വ കമ്മിറ്റികൾ. ഇതിലേക്കാണ് ഇത് രൂപീകരിച്ചിട്ടുള്ളത്. ഇവയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ആരോഗ്യ മേഖലയിൽ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെ പറ്റി ജനങ്ങൾക്ക് കൃത്യമായ ബോധം ഉണ്ടാക്കി കൊടുക്കുക. അതിൽ സൂചിപ്പിച്ചതുപോലെ ജനങ്ങൾക്ക് തങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനകത്തും പ്ലാനിങ്ങിനകത്തും നടപ്പിലാക്കുന്ന പദ്ധതികളെ കൃത്യമായി നിരീക്ഷിക്കുന്നതിനകത്തും നടപ്പിലാക്കുന്നതിലേക്ക് ജനകീയ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നുള്ളത് ഇതിന്റെ രണ്ടാമത്തെ ഒരു ലക്ഷ്യമായിട്ട് വരുന്നതാണ്. പിന്നെ ആരോഗ്യത്തെ നിർണ്ണയിക്കുന്ന സാമൂഹിക ഘടകങ്ങളെ, അതോടൊപ്പം തന്നെ പൊതു സേവന സംവിധാനങ്ങളെ പറ്റി അത് കൃത്യമായി ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാനായിട്ടും അതിൻ്റെ ഫലം പ്രാപ്തി ഉറപ്പുവരുത്തുക എന്നുള്ളത് മൂന്നാമത്തെ ലക്ഷ്യമായിട്ട് വരുന്നു. പിന്നെ ജനങ്ങൾക്ക് തങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ്, ആവശ്യകത എന്താണ് എന്ന് ഉന്നയിക്കാനായിട്ടും തങ്ങളുടെ ഈ സംവിധാനത്തിൽ നിന്ന് നേരിടുന്ന അനുഭവങ്ങൾ എന്താണെന്നുള്ളതും അത് കൃത്യമായി ബോധിപ്പിക്കാനായിട്ടും തങ്ങൾ നേരിടുന്ന ഇത്തരം സംവിധാനങ്ങളുടെ തങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങളിൽ ലഭിക്കുന്നതിലേക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്നും അതോടൊപ്പം തന്നെ ആരോഗ്യ സേവനങ്ങളെ പറ്റി കൃത്യമായി ആരോഗ്യ സേവനങ്ങളുടെ ലഭ്യത കൃത്യമായി ഉറപ്പാക്കാനായിട്ടും ആ പ്രദേശത്തെ സ്ഥാപനങ്ങളിലൂടെ ലഭ്യത ഉറപ്പാക്കാനായിട്ടും വേണ്ടിയിട്ട് സഹായിക്കുക, അതൊരു ത്വരിതമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് ഇതിന്റെ നാലാമത്തെ ലക്ഷ്യമായിട്ട് വരുന്നു. ഈ വാർഡ് തല ശുചിത്വ കമ്മിറ്റികളിലൂടെ ലഭ്യമാകുന്ന വിവരങ്ങൾ പഞ്ചായത്തിലെ പഞ്ചായത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ്, പൊതുജനാരോഗ്യ പ്രശ്നങ്ങൾ എന്താണ് എന്ന് കൃത്യമായൊരു ബോധം ഈ പഞ്ചായത്ത് തല ഗവൺമെന്റുകൾക്ക് ഉണ്ടാക്കാനായിട്ടും അതനുസരിച്ച് പദ്ധതികൾ ആസൂത്രണം ചെയ്യാനായിട്ടും പഞ്ചായത്തിനെ സഹായിക്കാനായിട്ടും നമുക്ക് ഈ ആരോഗ്യ ശുചിത്വ പോഷക കമ്മിറ്റികളുടെ ഒരു ലക്ഷ്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. ഇനി ആരോഗ്യ പരിപാടികൾ നടപ്പിലാക്കാനായിട്ട് ഇതിലേക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും സന്നദ്ധ പ്രവർത്തകർക്കും വേണ്ടി വരുന്ന സഹായങ്ങൾ ഉറപ്പുവരുത്തുക, തങ്ങളുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാനായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ജീവനക്കാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും സേവനത്തിലേക്ക് അവരെ സഹായിക്കുക എന്നുള്ളത് അടുത്ത ഉദ്ദേശ ലക്ഷ്യമായിട്ട് വരുന്നു. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ആരോഗ്യം എന്നുള്ളത് സാധാരണ രീതിയിൽ മിക്കപ്പോഴും ചിന്തിക്കുന്നത് ആശുപത്രി, ചികിത്സ, മരുന്ന് എന്നുള്ളതാണ്. ഇതിൻ്റെ അപ്പുറത്ത് ആരോഗ്യം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ രോഗമില്ലാത്ത ഒരവസ്ഥ എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ആ അവസ്ഥ നിലനിർത്താൻ ആവശ്യമായ സുസ്ഥിതി, ശാരീരികവും മാനസികവുമായ സുസ്ഥിതി നിലനിർത്താൻ ആവശ്യമായ ഒരു പരിസ്ഥിതി ഉറപ്പുവരുത്തുക എന്നുള്ളതും കൂടെ നമ്മുടെ ഒരു ആരോഗ്യം എന്നുള്ളതിന്റെ ഡെഫിനേഷനകത്ത് വരുന്നുണ്ട്. അതനുസരിച്ചിട്ട് ഈ ആരോഗ്യത്തിനകത്ത് നിർണ്ണയിക്കുന്ന ഒരു പൊതുജനാരോഗ്യം നിർണ്ണയിക്കുന്ന പല ഘടകങ്ങൾ, സാമൂഹിക ഘടകങ്ങളും അതിലേക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആഹാരം. അതായത് പോഷക ഗുണമുള്ള ആഹാരം ഉറപ്പുവരുത്തുക എന്നുള്ളത്. 2, ശുദ്ധജലം, കുടിക്കാനായിട്ടുള്ള ശുദ്ധമായ കുടിവെള്ളം ഉറപ്പുവരുത്തുക എന്നുള്ളത് ആരോഗ്യത്തിനെ ബാധിക്കുന്ന ഒരു സാമൂഹിക ഘടകമാണ്. പിന്നെ പരിസ്ഥിതി, ആരോഗ്യപരമായ ഒരു ചുറ്റുപാടിൽ ജീവിക്കുക, ഒരു പരിസ്ഥിതി ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ മാത്രമേ ഒരു പൊതുജനങ്ങളുടെ ആരോഗ്യം ഉറപ്പുവരുത്താനായിട്ട് കഴിയുള്ളൂ. പിന്നെ വരുന്നത് ആരോഗ്യ സേവനം ലഭ്യമാകുക എന്നുള്ളത്. തങ്ങൾക്ക് ഒരു മുടക്കവും കൂടാതെ ആരോഗ്യ സേവനം ലഭ്യമാകുക എന്നുള്ളത് ഓരോ പ്രദേശത്തും ആരോഗ്യ സേവനങ്ങൾ ആരോഗ്യ സ്ഥാപനങ്ങളുടെ പ്രൊവൈഡേഴ്സിലൂടെ ആരോഗ്യം ലഭ്യമാകുക എന്നുള്ളത് ജനങ്ങളുടെ ആരോഗ്യം നിലനിർത്താനായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ മറ്റു പല ഘടകങ്ങളും വരുമ്പോഴത്തേക്ക് അവയെല്ലാം നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നത് കൊണ്ടാണ് ആ ഘടകങ്ങളെ ഗുണമേന്മ ഉറപ്പുവരുത്താനായിട്ടാണ്, അല്ലെങ്കിൽ ജനങ്ങളുടെ തുല്യത ഉറപ്പുവരുത്താനായിട്ടാണ് നമ്മൾ സാമൂഹിക ക്ഷേമ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത്. താഴെക്കടയിലുള്ളവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അതിലേക്കാണ് ഈ സാമൂഹിക ക്ഷേമ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത്.
ആ ആ സാമൂഹ്യക്ഷേമ പദ്ധതിയിൽ കൃത്യമായി എല്ലായിടത്തും ലഭ്യമാകിക്കൊണ്ട് ഒരവസ്ഥ സമൂഹത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ഈ തുല്യത ഉറപ്പുവരുത്താനായിട്ട് കഴിയൂ. അതും നമ്മുടെ സാമൂഹിക ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ വിവേചനങ്ങളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും ആൾക്കാർക്ക് ഇല്ലാത്തൊരവസ്ഥ, അതും ഒരു ഒരു പ്രദേശത്ത് ഒരു സമൂഹത്തിന്റെ ആരോഗ്യത്തെ നിർണ്ണയിക്കുന്ന ഒരു ഘടകമാണ്. സ്ത്രീകളുടെ അവകാശങ്ങൾ, അതും കാരണം ഒരു സ്ത്രീ പുരുഷ തുല്യത ഉറപ്പുവരുത്തുകയും സ്ത്രീകളുടെ അവകാശം സംരക്ഷിക്കുകയും ചെയ്യുന്നത് ഒരു ആരോഗ്യമുള്ള ഒരു സമൂഹത്തിന്റെ ഒരു ഗുണമായിട്ടാണ് ലക്ഷ്യമായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. പിന്നെ സുരക്ഷിതമായിട്ടുള്ള ജോലി സാഹചര്യം, ആ ഒരു സാഹചര്യം കൂടെയാണ് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ്, സാമൂഹിക ആരോഗ്യത്തെ ബാധിക്കുന്നതാണ്. ആ സുരക്ഷിതമായ ജോലിക്ക് പുറമെ നമുക്ക് വിശ്രമവും വിനോദവും ആവശ്യമാണ്, മാനസികാരോഗ്യം നിലനിർത്താനായിട്ടും ശാരീരികാരോഗ്യം നിലനിർത്താനായിട്ടും. ഇതെല്ലാം, ഈ ഘടകങ്ങളെല്ലാം നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന, പൊതുജനാരോഗ്യത്തെ ബാധിക്കുന്ന സാമൂഹിക ഘടകങ്ങളാണ്. ഇനി ഈ ഘടകങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ആരോഗ്യത്തെ ഇല്ലാതാക്കുന്ന അവസ്ഥ ഏതെല്ലാം ആണ് സൃഷ്ടിക്കുന്നത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ന്യൂനപോഷണം, പോഷകാഹാരക്കുറവ്, ശുദ്ധജല ലഭ്യത ഇല്ലാതെ, കുടിവെള്ള ശുദ്ധ ലഭ്യത ഇല്ലാതെ വരിക, നേരത്തെ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്. അതായത് ഹെൽത്തി എൻവയോൺമെന്റ്, നമ്മുടെ ആരോഗ്യമായ ഒരു പരിസ്ഥിതി ആരോഗ്യകരമല്ല എന്നുണ്ടെങ്കിൽ, പിന്നെ ശീലങ്ങളും ദുശീലങ്ങളും നമ്മളെ ബാധിക്കുന്ന കാര്യമാണ്. അത് ആരോഗ്യകരമായ ശീലങ്ങളും ആരോഗ്യത്തെ ബാധിക്കുന്ന ദുശീലങ്ങളും നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ തകർക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ കഠിനമായ ജോലി സാഹചര്യം, ദുർഘടമായ ജോലി സാഹചര്യവും നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്ന, നല്ല ആരോഗ്യം നിലനിർത്താനായിട്ട് ഒഴിവാക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. പിന്നെ മാനസിക ടെൻഷൻ, ഇവയും നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ്, ആയതും ഒഴിവാക്കപ്പെടേണ്ടതാണ്. പുരുഷ മേധാവിത്വം, നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന പുരുഷ മേധാവിത്വം ഒഴിവാക്കി സ്ത്രീ പുരുഷ തുല്യത ഉറപ്പുവരുത്തിയാൽ മാത്രമേ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന, അല്ലെ സമൂഹത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു മറികടക്കാനായിട്ട് കഴിയും. പിന്നെ ആരോഗ്യ സേവനം ലഭ്യത ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ ആരോഗ്യ സേവന ലഭ്യതയുടെ കുറവ് സമൂഹത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നതാണ്. ദെൻ ആരോഗ്യത്തെ പറ്റിയുള്ള അറിവ് ഇല്ലാതിരിക്കുക, ശരിയായ ആരോഗ്യ വിദ്യാഭ്യാസം ഇല്ലാതിരിക്കുന്നത്, തങ്ങളുടെ ആരോഗ്യം എന്താണെന്നും തങ്ങൾ രോഗമില്ലാതിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ഈ സ്ഥിതി തുടരാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി ജനങ്ങൾക്ക് അറിവില്ലാത്തതും നമ്മുടെ ആരോഗ്യത്തെ ഇല്ലാതാക്കുന്ന ഘടകങ്ങളാണ്. അതിൽ മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ, മാൽന്യൂട്രീഷൻ ഒരു വിഷ സർക്കിൾ കണക്കാണ്. പോഷകാഹാരക്കുറവ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് രോഗങ്ങൾ പിടിപെടാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ രോഗപ്രതിരോധ ശക്തി തകരുകയും രോഗങ്ങൾ പിടിപെടാനായിട്ടുള്ള സാധ്യതയാണ്. ഇതിൽ കൂടുതലായിട്ടും ബാധിക്കുന്നത് സ്ത്രീകളെയും പെൺകുട്ടികളെയുമാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. ബാധിക്കുന്നതോടുകൂടി നമ്മൾ കൂടുതൽ രോഗത്തിന് അടിമപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. ആ രോഗത്തിന് അടിമപ്പെടുന്നതിനോടുകൂടി വരുമാനം കുറയുകയും അത് കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് പോവുകയും അത് കൂടുതൽ മാൽന്യൂട്രീഷനിലേക്ക്, പോഷകാഹാരക്കുറവിലേക്കും പോകുന്ന ഒരു വിഷ സർക്കിളായിട്ട് മാറുകയും. എന്നാൽ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ സാമൂഹിക ക്ഷേമ പരിപാടികൾ, അതായത് റേഷൻ ആണെങ്കിലും ഭക്ഷ്യസുരക്ഷാ പദ്ധതി ആണെങ്കിലും ശരി, മറ്റ് സാമൂഹ്യക്ഷേമ പരിപാടികളും ആസൂത്രണം ചെയ്യുന്നത് ഈ ദാരിദ്ര്യ ലഘൂകരണത്തിനും അതോടൊപ്പം തന്നെ ഈ പോഷകാഹാരക്കുറവ്, ന്യൂനപോഷണം തടയുക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ശുദ്ധജല ലഭ്യത, പലരും കരുതുന്നത് കുടിവെള്ളം, പൈപ്പിലൂടെ വരുന്ന കുടിവെള്ളം അല്ലെങ്കിൽ നമ്മുടെ കിണറിൽ നിന്ന് എടുക്കുന്ന കുടിവെള്ളം ശുദ്ധമാണ് എന്ന് ഒരു സങ്കല്പത്തിലാണ് ജീവിച്ചു പോകുന്നത്. ഈ ശുദ്ധമായ കുടിവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് രോഗാണുക്കളുടെ അല്ലെങ്കിൽ രോഗം പകരാനുള്ള സാധ്യത, പകരുന്ന രോഗാണുക്കളുടെ സാധ്യത തുലവും കുറവായിട്ടുള്ള ഒരു വെള്ളമാണ് ശുദ്ധജലം എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുന്നു. ആ ശുദ്ധജലം, നമ്മൾ എടുക്കുന്ന ശുദ്ധജലം പോലും നമ്മൾ കുടിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ വീണ്ടും മലിനപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. ഇത്തരം ശുദ്ധമായ കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തേണ്ടത് വളരെ അത്യാവശ്യപ്പെട്ട കാര്യമാണ്. അപ്പൊ ആയതിലൂടെ അൺസേഫ് ആയിട്ടാണ് കുടിവെള്ള ശുദ്ധജല ഉറപ്പുവരുത്തിയില്ല എന്നുണ്ടെങ്കിൽ വെള്ളത്തിലൂടെ പകരുന്ന ധാരാളം രോഗങ്ങൾ, ടൈഫോയിഡ് ആയാലും കോളറ ആയാലും, ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്ത ഷിഗല്ല പോലെയുള്ള മറ്റു പല രോഗങ്ങളും, ഈവൻ പോളിയോ പോലും പകരുന്നത് കുടിവെള്ളത്തിലൂടെയാണ്. അന്നേരം ആ കുടിവെള്ള ലഭ്യത, ശുദ്ധമായ കുടിവെള്ളം ഉറപ്പുവരുത്തേണ്ടത് ഒരു സമൂഹത്തിന്റെ ആരോഗ്യം പരിരക്ഷിക്കുന്നതിന് വളരെ അത്യാവശ്യപ്പെട്ട കാര്യമാണ്.
സുരക്ഷിതമായ ജീവിത സാഹചര്യം, അതായത് നമ്മുടെ പരിസ്ഥിതിയും ഒരു സാഹചര്യവും നമ്മുടെ ആരോഗ്യത്തെ വളരെ പ്രധാനമായിട്ടും ബാധിക്കുന്ന കാര്യങ്ങളാണ്. വളരെ ഇടതിങ്ങി പാർക്കുന്ന സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ കൂടുതൽ ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഈർപ്പമുള്ളതും ഇരുണ്ടതുമായിട്ടുള്ള മുറികളിൽ താമസിക്കുന്നത്, അല്ലെങ്കിൽ പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നത്, ഇതെല്ലാം നമ്മുടെ ശരീരത്തിനെയും ആരോഗ്യത്തെയും കൂടുതലായിട്ട് ബാധിക്കുന്ന അവസ്ഥകളാണ്. പിന്നെ ശാരീരിക നമ്മുടെ ശീലങ്ങളും അതോടൊപ്പം തന്നെ ദുശീലങ്ങളും, ഇവ നമ്മുടെ ആരോഗ്യത്തെ പ്രധാനമായിട്ടും ജീവിതശൈലി രോഗങ്ങൾക്ക് ഒരു പ്രധാന കാരണമായിട്ട് വരുന്നത് ഈ ജീവിതശൈലികളാണ്. അതായത് ആവശ്യത്തിന് എക്സസൈസ്, പിന്നെ ദുശീലങ്ങൾ. ആ ദുശീലങ്ങൾ ഒഴിവാക്കുന്നത് ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടി വളരെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ദുർഘടമായ ജോലി സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ കഠിനമായ ജോലിക്ക് വിധേയരാകേണ്ടി വരുന്നവരുടെ ആരോഗ്യത്തെയും, ഉദാഹരണം ക്രഷറിൽ മറ്റു ക്വാറികളിലും മറ്റു പണിയെടുക്കുന്നവര്, അത്തരം ആൾക്കാരിൽ നേരത്തെ പറഞ്ഞ കണക്കുള്ള പരിസ്ഥിതി മലിനീകരണം മൂലവും അതോടൊപ്പം തന്നെ തങ്ങളുടെ ജോലി സാഹചര്യത്തിന് കഠിനമായ ജോലി സാഹചര്യവും മൂലം അവരുടെ ആരോഗ്യത്തെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. പുരുഷ മേധാവിത്വം, ലിംഗസമത്വം ഒരു സമൂഹത്തിന്റെ ആരോഗ്യത്തെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. ലിംഗസമത്വം ഇല്ല, പുരുഷ ആധിപത്യമുള്ള ഒരു സമൂഹത്തിലാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ കൂടുതലായിട്ട് താഴെക്കടയിലേക്ക് പോവുകയും അതനുസരിച്ചിട്ട് അവരുടെ ആരോഗ്യത്തെ ബാധിക്കുന്നതിലൂടെ വരാൻ പോകുന്ന പുതുതായിട്ടുള്ള ജനിക്കുന്ന തലമുറയുടെ ആരോഗ്യത്തെയും ബാധിക്കുന്ന ഒരു ഘടകമാണ്. ഇതിനെ മാറ്റാനായിട്ട് ഇതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ സ്ത്രീകളുടെ ഇപ്പോഴത്തെ സമൂഹം അവരിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ചില നിബന്ധനകൾ, അല്ലെങ്കിൽ കീഴ്വഴക്കങ്ങൾ, അല്ലെങ്കിൽ ആചാരങ്ങൾ എന്ന രീതിയിൽ വരുന്നത്. സ്ത്രീകൾ എല്ലാവരും വീട്ടിലുള്ളവർ ആഹാരം കഴിച്ചതിന് ശേഷം ബാക്കിയുള്ളത് മാത്രമേ കഴിക്കാവുള്ളൂ. പുരുഷൻ ജോലി ചെയ്യാനായിട്ടുള്ളവരാണ്, സ്ത്രീകൾ അത്ര ജോലി ചെയ്യേണ്ടതില്ല, അതുകൊണ്ട് അവർ കുറച്ച് ആഹാരം കഴിച്ചാൽ മതി. അവർ ചെയ്യുന്ന ജോലികൾ പ്രത്യേകിച്ച് ഒരു കണക്കിൽ പെടുത്താതെ പോകുന്നു. സ്ത്രീകൾക്ക് പുരുഷന്മാരോടൊപ്പം തന്നെ ആരോഗ്യ പരിരക്ഷ തേടാനായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ലാതെ വരുന്നു. തങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉടനടി തന്നെ പരിഹരിക്കപ്പെടേണ്ടതല്ല എന്നുള്ള ഒരു ബോധം അവരിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നു. വിദ്യാഭ്യാസപരമായിട്ടും പിന്നോക്കം പോകുന്ന സ്ത്രീകളായതുകൊണ്ട് ഇത്രയും പഠിച്ചാൽ മതി എന്നുള്ള തരത്തിൽ വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കം വലിക്കുന്ന ഒരു അവസ്ഥ. പിന്നെ തങ്ങളുടെ ശരീരത്തെ പറ്റിയും മറ്റും ഉള്ള ഒരു അപകർഷതാ ബോധം, പുരുഷന്മാരെ കണക്ക് പുരുഷന്മാരുടെ ശരീരവും സ്ത്രീകളുടെ ശരീരവും വ്യത്യസ്തമാണ്. തങ്ങളുടെ ശരീരം പുരുഷന്മാരുടെ ശരീരത്തെക്കാൾ താഴെക്കടയിലുള്ളതാണ്. അതനുസരിച്ചിട്ടുള്ള ജോലികളും അല്ലെങ്കിൽ തങ്ങൾക്ക് ആ ശരീരം വെച്ച് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ള തരത്തിൽ ഒരു അപകർഷത അവസ്ഥ നിലനിൽക്കുന്നത്. പിന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നത്, സ്ത്രീകൾക്ക് അവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കാത്ത കുടുംബം, സമൂഹം എന്നുള്ള നിലയ്ക്ക് സ്ത്രീകൾ പൊതുവെ അവരുടെ ആരോഗ്യത്തെ പറ്റി വളരെ കുറച്ച് മാത്രമേ കൺസേൺ ആകത്തുള്ളൂ. പിന്നെ കുടുംബങ്ങളുടെ മറ്റുള്ളവരുടെ ആരോഗ്യത്തെ പറ്റിയായിരിക്കും അവർ കൂടുതലായിട്ട് കൺസേൺ ആകുന്നത്. പിന്നെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമം, പുരുഷങ്ങളുടെ ശാരീരികമായിട്ടുള്ള ശക്തി മൂലം സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ കൂടുന്ന അവസ്ഥ, സ്ത്രീകളുടെ അരക്ഷിതാവസ്ഥ. കുടുംബം എന്ന് പറയുന്ന വേളയിൽ സ്ത്രീകൾ പുരുഷനെ മാത്രം ആശ്രയിച്ച് ജീവിക്കേണ്ടവരാണ്. ഏത് സമയത്തും അവരെ ഒറ്റപ്പെടുത്തി പോകാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു അരക്ഷിതാവസ്ഥ. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നടന്നു വരുന്ന പെൺ ഭ്രൂണഹത്യകൾ, അതും ഒരു ഉച്ചനീചത്വത്തിന്റെ പുരുഷ മേധാവിത്വത്തിന്റെ ഒരു ലക്ഷണമായിട്ടാണ് കണ്ടുവരുന്നത്. ആരോഗ്യത്തെ ബാധിക്കുന്ന മറ്റൊരു ഘടകമാണ് മെന്റൽ ടെൻഷൻ, മാനസിക സമ്മർദ്ദങ്ങൾ. ഈ മാനസിക സമ്മർദ്ദങ്ങൾ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുകയും അല്ലെങ്കിൽ നമ്മുടെ തൊഴിലിനെ ബാധിക്കുകയും ഇത് കൂടുതലായിട്ട് നമ്മളെ ബാധിക്കുന്നതിലൂടെ നമ്മുടെ സമൂഹത്തിലേക്ക് തന്നെ പടരുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. കൂടുതലായിട്ട് മാനസിക സമ്മർദ്ദം അത് ഇപ്പോഴത്തെ മത്സരാധിഷ്ഠിതമായിട്ടുള്ള ജീവിത സാഹചര്യത്തിന്റെയും ഒരു ഉപോൽപ്പന്നമായിട്ട് വരുന്നതാണ്.
ആയത് നമ്മുടെ ശരീരത്തിന്റെയും നമ്മുടെ മനസ്സിന്റെയും നമ്മുടെ ശരീരത്തിന്റെയും അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെയും ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു ഘടകമാണ്. ഇനി ഈ ആരോഗ്യ പരിരക്ഷയ്ക്ക് തടസ്സങ്ങളായിട്ട് നേരത്തെ സൂചിപ്പിച്ച ആരോഗ്യം നിലനിർത്താനായിട്ട് ബുദ്ധിമുട്ട് നേരിടുന്ന ഘടകങ്ങളാണ്. ഒന്ന്, ഈ ആരോഗ്യ സ്ഥാപനങ്ങളിൽ നിന്നും തങ്ങൾക്ക് ആവശ്യം വേണ്ടി വരുന്ന സേവനങ്ങൾ, ആ സ്ഥാപനങ്ങളിൽ ലഭിക്കേണ്ടി വരുന്ന സേവനങ്ങൾ ലഭിക്കാത്തൊരവസ്ഥ. അങ്ങനെ തടസ്സപ്പെടുന്ന രീതി, അങ്ങനെ വരുന്ന അവസരത്തില് ജനങ്ങൾക്ക് തങ്ങൾക്ക് ലഭിക്കേണ്ട ആരോഗ്യ സേവനങ്ങൾ ലഭിക്കാതെ വരികയും അത് അവരുടെ ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ആരോഗ്യ സ്ഥാപനങ്ങളിൽ ആവശ്യത്തിന് അവർക്ക് ആരോഗ്യം പ്രദാനം ചെയ്യാനായിട്ട് സർക്കാർ രൂപീകരിച്ചിട്ടുള്ളതും സർക്കാർ നടത്തിക്കൊണ്ടുപോകുന്നു, പഞ്ചായത്ത് നടത്തിക്കൊണ്ടുപോകുന്ന ആരോഗ്യ സ്ഥാപനങ്ങൾ ആവശ്യത്തിന് ജീവനക്കാരില്ലാതെ വരിക, അവിടങ്ങളിൽ കൂടുതലായിട്ടുള്ള തിരക്കുകൾ അനുഭവപ്പെടുക. കാരണം ഇപ്പോൾ ഒരു ചെറിയ സ്ഥാപനങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതിൽ കൂടുതൽ തിരക്കുകൾ അത്തരം സ്ഥാപനങ്ങൾ ഉണ്ടാകുക. അവിടുന്ന് ലഭിക്കുന്ന സേവനങ്ങളുടെ ഗുണമേന്മ അത് ജനങ്ങൾക്ക് കൃത്യമായി ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യ നയം പ്രകാരം ആർദ്രം എന്ന പദ്ധതിയിലൂടെ ഗുണമേന്മയുള്ള സേവനം ആണ് ഉറപ്പുവരുത്തേണ്ടത്. ആ ലഭിക്കുന്ന സേവനം ഗുണമേന്മയുള്ളതാണ് എന്ന് അല്ലെങ്കിൽ അത് അവരുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവർക്ക് അർഹതപ്പെട്ട ആരോഗ്യ സേവനങ്ങൾ ലഭിക്കുന്നതിന് തടസ്സപ്പെടുന്നതാണ്. പിന്നെ വരുന്നതാണ് പലപ്പോഴും സാധാരണ നമ്മൾ കേട്ടുവരുന്ന ആശുപത്രിയിൽ മരുന്നില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ പരിശോധനാ സൗകര്യങ്ങളില്ലാത്ത അവസ്ഥ. ഇതും ആ ജനങ്ങൾക്ക് അവർക്ക് അവകാശപ്പെട്ട ആരോഗ്യം നിഷേധിക്കുന്നതിന് തുല്യമാണ്. ഇനി പ്രാദേശികമായിട്ടുള്ള ആശുപത്രികൾ മാത്രമല്ല, ഈ ജനങ്ങൾ ആശ്രയിക്കുന്ന, അവിടുന്ന് റെഫർ ചെയ്ത് വിട്ടാൽ ആശ്രയിക്കുന്ന സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങളും താലൂക്ക് ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ, മെഡിക്കൽ കോളേജ്, ഇവിടങ്ങളിലും ആവശ്യത്തിന് സൗകര്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് അർഹതപ്പെട്ട ആരോഗ്യ സേവനങ്ങൾ നൽകപ്പെടുന്നതിൽ തടസ്സം വരുന്നതാണ്. മറ്റൊരു ഘടകമാണ് ഇത്തരം ആരോഗ്യ സേവനങ്ങൾ ഒരിടത്ത് ലഭ്യമാണെങ്കിലും അങ്ങോട്ട് എത്തിച്ചേരാൻ പറ്റാത്തൊരവസ്ഥ. ആവശ്യ സമയത്ത് ആരോഗ്യ സ്ഥാപനങ്ങൾ എത്തിപ്പെടാനായിട്ട് ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗത സൗകര്യം, ആംബുലൻസ് ആണെങ്കിലും മറ്റ് ഗതാഗത സൗകര്യങ്ങളും ഇല്ലാത്ത ഒരവസ്ഥ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു ഘടകമാണ്. പിന്നെ ജനങ്ങൾക്ക് തങ്ങളുടെ ആരോഗ്യം നിലനിർത്താനായിട്ട് തങ്ങളുടെ വരുമാനത്തിൽ നിന്നും കൂടുതൽ തുക ചെലവഴിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതും ഒരു ആരോഗ്യ പരിരക്ഷ ജനങ്ങൾക്ക് നേടാനായിട്ട് തടസ്സം വരുന്ന ഒരു കാര്യമാണ്. അന്നേരം ജനങ്ങൾക്ക് അവരുടെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് ചെലവഴിക്കുന്ന പൈസ കുറവ് വരുത്തുക എന്നുള്ളതും അത് ആ ലഭ്യമാകുന്ന തങ്ങളുടെ ആരോഗ്യം നിലനിർത്താനായിട്ടുള്ള സേവനങ്ങൾ തങ്ങളുടെ ഡോർ സ്റ്റെപ്പിൽ ലഭ്യമാകുക എന്നും ആയതിലേക്ക് തങ്ങൾ ചെലവഴിക്കേണ്ടി വരുന്ന തുക കുറയ്ക്കുകയും ചെയ്യേണ്ടത് ഒരു ആരോഗ്യം പ്രദാനം ചെയ്യാനായിട്ട് വളരെ അത്യാവശ്യം വേണ്ടി വരുന്ന ഘടകമാണ്. പിന്നെ ആവശ്യം വേണ്ടി വരുന്ന ചികിത്സകൾ ആവശ്യം വേണ്ടി വരുന്ന സ്ഥാപനങ്ങളിൽ നിന്നും എടുക്കാതിരിക്കുക എന്നുള്ളതും, ഉദാഹരണം നമ്മുടെ ക്യാൻസർ ചികിത്സകൾ അത് ഡെസിഗ്നേറ്റ് ചെയ്ത ആശുപത്രികളിൽ നിന്നാണ് ലഭ്യമാകുന്നത്. അത്തരം സ്ഥലങ്ങളിൽ നിന്നും ആശുപത്രിയിൽ ആശ്രയിക്കാതെ പോകുക എന്നുള്ളതും ആരോഗ്യ പ്രദാനത്തിന് ബാധിക്കുന്ന ഒരു ഘടകമാണ്. ഇനി ഈ ആരോഗ്യം നിലനിർത്താനായിട്ട് ഇപ്പോഴുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടും ആരോഗ്യ വിദ്യാഭ്യാസം അല്ലെ ആരോഗ്യ വിജ്ഞാനം വളരെ അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ്. ഇതിലേക്ക് സാധാരണഗതിയിലുള്ള വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ ആരോഗ്യ വിദ്യാഭ്യാസവും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ പൊതുജനാരോഗ്യത്തെ ബാധിക്കുന്നത്. അത് ഇതിന് ഒരു പ്രധാന പ്രശ്നമായിട്ട് വരുന്നത് ഈ ആരോഗ്യ പ്രവർത്തകരും അല്ലെങ്കിൽ ഗുണഭോക്താക്കളായിട്ടുള്ള പൊതുജനങ്ങളും തമ്മിലുള്ള ബന്ധം ആണ് ഇതിനെ ബാധിക്കുന്ന പ്രധാന ഘടകം. അന്നേരം ആ ബന്ധം ഊട്ടിയുറപ്പിക്കുക എന്നുള്ളത് ഈ വാർഡ് തല ആരോഗ്യ ശുചിത്വ കമ്മിറ്റികളുടെ ഒരു ചുമതലയായിട്ട് വരികയാണ്. ആ ഒരു ലിങ്കേജ് ആയിട്ട് പ്രവർത്തിച്ച് ജനങ്ങൾക്ക് വേണ്ടി വരുന്ന സേവനങ്ങളും ലഭ്യമാക്കുക എന്നുള്ളതിനോടൊപ്പം തന്നെ അവർക്ക് വേണ്ടി വരുന്ന ആരോഗ്യ വിജ്ഞാനം സമൂഹത്തിന്റെ കീഴത്തട്ടിൽ വരെ എത്തിക്കുക എന്നുള്ളത് ഒരു ആരോഗ്യത്തെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് വരുന്നതാണ്. നമ്മുടെ ആരോഗ്യം
നമ്മുടെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ടാണ് ഒരു ജനങ്ങളുടെ മൗലിക അവകാശമാണ് ആരോഗ്യം നിലനിർത്തുക എന്നുള്ളതും അത് നിലനിർത്തി കൊടുക്കേണ്ടത് ഒരു സംസ്ഥാനത്തിന്റെ ഒരു സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വവുമാണ്, ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വവുമാണ്. അത് ജനങ്ങൾക്ക് അവരുടെ ആരോഗ്യം നിലനിർത്താനായിട്ട് വേണ്ടി വരുന്ന സംവിധാനങ്ങൾ ഒരുക്കുകയും ആരോഗ്യപരമായ ഒരു പരിസ്ഥിതിയിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ സാഹചര്യം ഒരുക്കുകയും ചെയ്യേണ്ടത് ഭരണകൂടങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പക്ഷെ ഭരണകൂടത്തിന് മാത്രമായിട്ട് ഇത് ചെയ്യാനായിട്ട് കഴിയില്ല. അവിടെ ഏറ്റവും അതിനെ ബാധിക്കുന്ന ഒരു പ്രധാന ഘടകം ജനങ്ങളുടെ ആ വിഷയത്തിലുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ അവരുടെ പങ്കാളിത്തം ഇല്ല. വളരെ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താതെ ജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്താൻ ഒരു ഭരണകൂടത്തിന് കഴിയില്ല. ഈ വാർഡ് തല ആരോഗ്യ ശുചിത്വ കമ്മിറ്റികൾ ഈ പറഞ്ഞ ആവശ്യങ്ങൾ അഡ്രസ് ചെയ്യാനായിട്ട് ആണ് രൂപീകൃതമായിട്ടുള്ളത്. ഇതിന്റെ ഘടന എന്ന് പറയുമ്പോഴത്തേക്ക് കേന്ദ്ര ആരോഗ്യ നയപ്രകാരം രൂപീകൃതമായിട്ടുള്ളത് കൊണ്ട് ഇതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് പ്രാദേശികമായിട്ട് മാറ്റം വരുത്താനായിട്ട് കഴിയില്ല. ഈ വാർഡ് തല ജനകീയ പങ്കാളിത്തം ഇതിനകത്ത് ഉറപ്പുവരുത്താനായിട്ട് ആ പ്രദേശത്തിന് വാർഡിന്റെ ജനപ്രതിനിധിയായിരിക്കും ഈ വാർഡ് തല ആരോഗ്യ ശുചിത്വ കമ്മിറ്റിയുടെ ചെയർമാൻ അല്ലെങ്കിൽ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആ വാർഡ് മെമ്പറായിരിക്കും, പ്രാദേശികമായിട്ടുള്ള വാർഡ് മെമ്പറാണ്. ഇപ്പൊ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ജില്ലാ പഞ്ചായത്ത് മെമ്പറും എല്ലാം ഉണ്ടെങ്കിൽ പോലും ഇതിനകത്ത് പ്രധാനമായിട്ടും വാർഡ് തല ആരോഗ്യ ശുചിത്വ കമ്മിറ്റികൾ പരിഗണിക്കുന്നത് ഈ താഴെത്തട്ടിലുള്ള ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ മുതലായ ഘടകങ്ങളുടെ വാർഡുകളെയാണ്. ആ പ്രദേശത്തെ വാർഡിന്റെ കൗൺസിലറോ അല്ലെങ്കിൽ മെമ്പറോ ആയിരിക്കും ഈ വാർഡ് തല ആരോഗ്യ ശുചിത്വ കമ്മിറ്റിയുടെ ചെയർമാൻ അല്ലെങ്കിൽ അധ്യക്ഷൻ. ഇതിൽ ഏറ്റവും കുറഞ്ഞ 15 അംഗങ്ങളാണ് വേണ്ടത്, 15-ൽ കൂടാം, 15 പേരാണ് വേണ്ടത്. ഇത് രൂപീകരിക്കുമ്പോൾ പ്രധാനമായിട്ടും ഇതിന്റെ കൺവീനർ എന്ന് പറയുന്നത് കേരളത്തിലെ സാഹചര്യത്തിൽ ആരോഗ്യ പ്രവർത്തകരെയാണ് ഇതിന്റെ കൺവീനർമാരായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനോടൊപ്പം ഇതിലേക്ക് നിർബന്ധമായിട്ടും ഒഴിവാക്കാൻ കഴിയാതെ ഇതിനകത്ത് വേണ്ടി വരുന്നത് ആ പ്രദേശത്തെ ആ വാർഡിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാർ, അത് സ്വകാര്യ ഡോക്ടർമാർ, ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ആണെങ്കിലും ശരി, ആയുർവേദ, യുനാനി, സിദ്ധ ഏത് തരം വിഭാഗത്തിൽ ചികിത്സിക്കുന്ന ഡോക്ടർമാർ ഇതിനകത്ത് അംഗങ്ങളായിരിക്കണം ആ പ്രദേശത്ത്. അംഗൻവാടി പ്രവർത്തകര്, അംഗൻവാടി വർക്കേഴ്സ്, അതോടൊപ്പം തന്നെ കുടുംബശ്രീ അംഗങ്ങള്, അധ്യാപകര്, ആ പ്രദേശത്ത് താമസിക്കുന്ന അധ്യാപകര് അല്ലെങ്കിൽ ആ പ്രദേശത്തെ സ്കൂളുകളിലെ അധ്യാപകരിലെ പ്രതിനിധികൾ ഇതിനകത്ത് വരണം. മഹിളാ സ്വസ്ഥ സംഘിന്റെ പ്രതിനിധികൾ വേണം. റെസിഡൻസ് അസോസിയേഷൻ ഉണ്ടെങ്കിൽ അവയുടെ പ്രതിനിധികൾ വേണം. ആ വാർഡിലെ എല്ലാ പ്രദേശങ്ങളെയും കൃത്യമായി അഡ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും പ്രാതിനിധ്യമുള്ള ഒരു കമ്മിറ്റി ആയിരിക്കണം ഇത് വേണ്ടത്. ഇതിൽ 50% താഴാത്ത തരത്തിൽ ഇതിനകത്ത് സ്ത്രീകളുടെ പ്രാതിനിധ്യം വേണം. ചേരി പ്രദേശങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അവിടുന്നുള്ള പ്രതിനിധികൾ പ്രധാനമായിട്ടും ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതാണ്. പിന്നെ പട്ടികജാതി പട്ടികവർഗ പ്രൊമോട്ടർമാരുണ്ടെങ്കിൽ, ആ ഡിപ്പാർട്ട്മെന്റ് പ്രൊമോട്ടർമാരുണ്ടെങ്കിൽ അവരെയും ഇതിനകത്ത് നിർബന്ധമായിട്ടും ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഇനി ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും എന്ന് തീരുമാനിക്കുന്ന ആരെ വേണമെങ്കിൽ ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താം. ഈ കമ്മിറ്റി ഈ പഞ്ചായത്ത് ഭരണസമിതി പോലെയാണ്. പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുന്നതോടുപോലെ ഈ കമ്മിറ്റിയുടെ കാലാവധി അവസാനിക്കുകയും പുതിയ ഭരണസമിതി നിലവിൽ വരുന്നതിനോടൊപ്പം തന്നെയാണ് ഈ കമ്മിറ്റികൾ രൂപീകരിക്കേണ്ടത്. ഈ കമ്മിറ്റി രൂപീകരിക്കാനായിട്ട് ആ പ്രദേശത്തെ ജനങ്ങളുടെ ഒരു പൊതുയോഗം വിളിച്ചുകൂട്ടി, ഇത്തരം പ്രതിനിധികളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പൊതുയോഗം വിളിച്ചുകൂട്ടി അവരുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്, റെപ്രസെന്റേഷന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ആ ഒരു വാർഡിലെ എല്ലാ പ്രദേശങ്ങളെയും റെപ്രസെന്റേറ്റീവ്സ് ഉൾപ്പെടുന്നു എന്നുള്ള തരത്തിൽ നേരത്തെ പറഞ്ഞ നിബന്ധന പ്രകാരം 50% താഴാത്ത തരത്തിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തി വേണം ഇത്തരം ഒരു കമ്മിറ്റികൾ രൂപീകരിക്കേണ്ടത്. ഈ കമ്മിറ്റിയിൽ ഒരിക്കൽ രൂപീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്മിറ്റി അംഗങ്ങൾ 15-ൽ കുറയാത്ത കമ്മിറ്റി അംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ അവർ കൃത്യമായി ഈ കമ്മിറ്റിയുമായിട്ട് സഹകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കമ്മിറ്റിക്ക് അവരെ നീക്കം ചെയ്യാനായിട്ടും പുതുതായിട്ട് ആൾക്കാരെ ഉൾപ്പെടുത്താനായിട്ട് കഴിയും. ഒഴിവാക്കാൻ കഴിയാത്ത നേരത്തെ ഈ പറഞ്ഞിരിക്കുന്ന ചെയർമാനും വാർഡ് മെമ്പറും അവരുടെ ഭരണപരമായ ഉത്തരവാദിത്തം, ചെയർമാനായിട്ട് അധ്യക്ഷന്റെയും കൺവീനറെയും ഇതിനകത്ത് നിയമപ്രകാരം ജോലി സംബന്ധമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് ഇതിനകത്ത് കമ്മിറ്റി രൂപീകരിക്കുക, അതിന് കൺവീനറായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത്. മറ്റുള്ളവരെ നമുക്ക് ഇതിനകത്തോട്ട് കമ്മിറ്റിയിലേക്ക് പുതുതായിട്ട് ആൾക്കാരെ NGOസിനെയും സന്നദ്ധ പ്രവർത്തകരെയും നമുക്ക് ഇതിനകത്തോട്ട് ഉൾപ്പെടുത്താനായിട്ട് കഴിയുന്നതാണ്. ഇതിനകത്ത് മറ്റ് ദീർഘമായിട്ട് ഞാൻ പോകുന്നില്ല. മറ്റ് ഓരോരുത്തരുടെയും അധ്യക്ഷന്റെ വാർഡ് മെമ്പറുടെ ചുമതല എന്താണ്, അംഗൻവാടി വർക്കറുടെ ചുമതലയാണ്, ആരോഗ്യ പ്രവർത്തകരുടെ ചുമതല എന്താണ് എന്നുള്ളതിനെ പറ്റി
കിടക്കുന്നില്ല. ഇതിനകത്ത് പ്രധാനമായിട്ടും ഈ അധ്യാപകരുടെ ചുമതല അല്ലെങ്കിൽ മറ്റു വകുപ്പുകളിലെ റെപ്രസെന്റേറ്റീവ്സിന്റെ ചുമതല എന്താണ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം പ്രധാനമായിട്ടും മൊത്തത്തിന്റെയും റെസ്പോൺസിബിലിറ്റി അധ്യക്ഷനാണെങ്കിലും കൺവീനർക്ക് അതിന്റെ നടപ്പിലാക്കുന്നതിന്റെ ചുമതല മൊത്തം കൺവീനർക്കാണ്. ആയതിലേക്ക് ഫണ്ട് ലഭ്യമാണ്. ഈ കേന്ദ്ര ഫണ്ട് അനുസരിച്ചിട്ട് NHMൽ നിന്ന് 10,000 രൂപയിൽ കുറയാത്ത തുക ഈ ഓരോ വാർഡുകൾക്കും പ്രതിവർഷം ലഭിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ പഞ്ചായത്തുകൾക്ക് അവരുടെ തനത് ഫണ്ടിൽ നിന്നും ഈ വാർഡ് തല ആരോഗ്യ ശുചിത്വ കമ്മിറ്റികളുടെ പ്രവർത്തനത്തിന് വേണ്ടി ഫണ്ട് കൊടുക്കുന്നുണ്ട്. ഇതിനു പുറമെ ശുചിത്വ മിഷൻ ഫണ്ട് ലഭ്യമാകുന്നുണ്ട്. ഈ ഫണ്ട് കൃത്യമായി ഈ വാർഡ് തല ആരോഗ്യ ശുചിത്വ കമ്മിറ്റികളുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കേണ്ട ചുമതലകൾ ഈ കമ്മിറ്റികൾ ഈ കൺവീനർക്കുള്ളതാണ്. കമ്മിറ്റികളുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം ഈ ഫണ്ടുകൾ ചെലവഴിക്കേണ്ടത്. ഇവരുടെ ഇതിനകത്ത് ആരോഗ്യം, ശുചിത്വം, കുടിവെള്ളം, പോഷകാഹാരം ഇതെല്ലാം, വിദ്യാഭ്യാസം, ഇതെല്ലാം നടപ്പിലാക്കുന്നതിന് ഈ ഘടകങ്ങളെല്ലാം നിരീക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്വം ഈ ഒരു കമ്മിറ്റിക്ക് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിനകത്തോട്ട് ആ പ്രദേശങ്ങൾ അധ്യാപകരുടെയും ICDSന്റെയും പ്രതിനിധികളെല്ലാം ഈ കമ്മിറ്റിയിലേക്ക് വരുന്നത്. അത് മറ്റ് പ്രോഗ്രാമുകളും മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ നടപ്പിലാക്കുന്ന പ്രോഗ്രാമുകൾ പോലും ഈ കമ്മിറ്റികൾ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. അതായത് ജനങ്ങൾക്ക് പൊതുജന സേവന സംവിധാനങ്ങൾ ഏതെല്ലാം ആ പ്രദേശത്ത് ജനങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ടോ അതെല്ലാം കൃത്യമായി നിരീക്ഷിക്കുകയും അത് ലഭ്യമാകുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് ഈ കമ്മിറ്റിയുടെ ചുമതലയാണ്. അതുകൊണ്ടാണ് നമ്മൾ അത്തരം ആൾക്കാരെ കൂടി ഇതിനകത്തോട്ട് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അതായത് ഉദാഹരണം കുടിവെള്ളം ലഭ്യത ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ റേഷൻ സംവിധാനം ഉറപ്പുവരുത്തുക, കൃത്യമായി റേഷൻ ലഭിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക, മാലിന്യ സംസ്കരണം, ആ പ്രദേശത്ത് മാലിന്യങ്ങൾ കൂടി കിടക്കുന്ന അതിന്റെ സംസ്കരണം കാര്യങ്ങളും, പകർച്ചവ്യാധി പ്രശ്നങ്ങൾ. നേരത്തെ അധ്യാപകരുടെ പ്രാധാന്യം ഇതിനകത്ത് വരുന്നത്, നേരത്തെ ആദ്യമേ ആരോഗ്യ വിദ്യാഭ്യാസ സൂചിപ്പിച്ച പോലെ നമ്മുടെ സാക്ഷരത നമ്മുടെ ആരോഗ്യത്തെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. ഇത്തരം സാക്ഷരതയും ആരോഗ്യ വിദ്യാഭ്യാസം നൽകുകയും സ്ത്രീകളുടെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നതിലൂടെ ഒരു സമൂഹത്തിന്റെ ആരോഗ്യം പരീക്ഷയ്ക്ക് ഉറപ്പുവരുത്താനായിട്ട് നമുക്ക് ഈ അധ്യാപകരിലൂടെ കഴിയും. കുട്ടികൾ ആ സമൂഹത്തിലൂടെ ഈ സന്ദേശം എത്തിക്കാനായിട്ട് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പഠന കാലയളവിലൂടെ തന്നെ ഈ സന്ദേശങ്ങൾ കാര്യങ്ങൾ നൽകിയ വഴി പുതിയൊരു തലമുറ വാർത്തെടുക്കാനായിട്ടും അതോടൊപ്പം തന്നെ അവരുടെ കുടുംബങ്ങളിലേക്ക് ഈ ആരോഗ്യ വിദ്യാഭ്യാസ സന്ദേശങ്ങൾ എത്തിക്കാനായിട്ടും നമുക്ക് അധ്യാപകരിലൂടെ കഴിയുന്നതാണ്. ഇവിടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രതിമാസം യോഗം ചേരണം. അതിലേക്ക് ഈ വാർഡ് കൺവീനർ അധ്യക്ഷന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൺവീനർ, ആശാപ്രവർത്തകയുണ്ട്, ഇവർ ആ പ്രദേശത്തെ ഈ അംഗങ്ങളെ എല്ലാം അറിയിച്ച് ഇതിന്റെ യോഗം വിളിച്ചു കൂട്ടുന്നത്. ഈ ഫണ്ടുകൾ കൃത്യമായി ലഭ്യമാകുക, ആ ലഭ്യമായ ഫണ്ട് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ടും ജനങ്ങളുടെ അവിടുത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഫണ്ട് ചെലവഴിക്കുന്നത് ഈ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ കൃത്യമായ രേഖകൾ സൂക്ഷിക്കേണ്ടതും ഈ കമ്മിറ്റിയുടെ കടമയാണ്. ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ആവശ്യം വേണ്ടി വരുന്ന സേവനങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും അത് ഉറപ്പുവരുത്തുകയും അത് ലഭ്യമാക്കാൻ വേണ്ട നടപടികൾ അത് ത്വരിതമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് ഈ കമ്മിറ്റിയുടെ മറ്റൊരു ഉത്തരവാദിത്തമായിട്ട് വരുന്നതാണ്, നടപ്പിലാക്കുന്ന ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ജനങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ജനകീയ പങ്കാളിത്തം ഈ ആരോഗ്യ മേഖലയിലും പൊതുജനാരോഗ്യ സംരക്ഷണ പരിപാടിയിലും അതോടൊപ്പം തന്നെ ജനസേവന പരിപാടികളിലും ജനകീയ പങ്കാളിത്തം ഉറപ്പുവരുത്താനായിട്ട് ശ്രമിക്കേണ്ടത് ഈ കമ്മിറ്റിയുടെ ചുമതലയായിട്ട് വരുന്നതാണ്. ഈ സമൂഹത്തില് ആ പ്രദേശത്തെ ജനങ്ങൾക്ക് സേവനം ലഭ്യമാക്കാൻ, പൊതുജനാരോഗ്യ സേവനം ലഭ്യമാക്കാൻ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നും അവർ നിബന്ധന പ്രകാരം ലഭ്യമാക്കേണ്ടി വരുന്ന സേവനങ്ങൾ അവിടുന്ന് ലഭ്യമാകുന്നു എന്ന് പരിശോധിക്കാനായിട്ടും അത് ഉറപ്പുവരുത്താനായിട്ടും നടപടികൾ സ്വീകരിക്കാനായിട്ട് ഈ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമായിട്ട് വരുന്നതാണ്. ഈ സ്ഥാപനങ്ങളുടെ ആ വാർഡിൽ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ പോലും ആ വാർഡിലെ ജനങ്ങൾ അവരുടെ ആരോഗ്യം പരീക്ഷിക്കാനായിട്ട് ആശ്രയിക്കുന്ന ഏത് പൊതുജനാരോഗ്യ സംവിധാനമാണെങ്കിലും അത് താലൂക്ക് ആശുപത്രിയാകാം, ജില്ലാ ആശുപത്രിയാകാം, മെഡിക്കൽ കോളേജാകാം,
അതനുസരിച്ചിട്ട് അവർക്ക് അവിടെ സേവനങ്ങൾ ലഭ്യമാകുന്നുണ്ടോ എന്നും അവിടുന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ എന്നുള്ളതെല്ലാം പരിശോധിക്കേണ്ടതും ഈ കമ്മിറ്റിയുടെയാണ്. ഇനി ആ വാർഡിലെ ജനങ്ങളുടെ ആരോഗ്യം ഉറപ്പുവരുത്താനായിട്ട് ആസൂത്രണങ്ങൾ നടത്തുക, പദ്ധതികൾ ആസൂത്രണം ചെയ്യുക, ഒരു പ്രശ്നങ്ങൾ കണ്ടെത്തുക, ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്യേണ്ടത്, നടപ്പിലാക്കുമ്പോൾ കൃത്യമായി പരിശോധന നടത്തുകയും ചെയ്യേണ്ടത് ഉത്തരവാദിത്വം ഈ കമ്മിറ്റിയുടെയാണ്. ഇവിടെ മീറ്റിംഗ് നേരത്തെ നമുക്ക് എവിടെ വേണമെങ്കിലും കൂടാം. പ്രധാനമായിട്ടും ഏത് പൊതുസ്ഥലത്തും മെമ്പർ തീരുമാനിക്കുന്നത് ഏത് പൊതുസ്ഥലത്തും ഒന്നിലും ഇത് വീടാകാം, അതല്ലെങ്കിൽ ഒരു അംഗനവാടിയാകാം, അല്ലെങ്കിൽ ഒരു സബ് സെന്റർ ആകാം, അല്ലെങ്കിൽ സ്കൂളാകാം, അല്ലെങ്കിൽ ക്ലബ്ബുകളാകാം, വായനശാലകളാകാം, കമ്മ്യൂണിറ്റി ഹാളാകാം, എവിടെ വേണമെങ്കിലും നമുക്ക് ഇതിന്റെ യോഗം, പ്രതിമാസ യോഗം വിളിച്ചു കൂട്ടാവുന്നതാണ്. അന്നേരം ഇതിനകത്ത് ഈ ഓരോ അംഗങ്ങളും ആ പ്രദേശത്തെ ജനങ്ങളുടെ പ്രതിനിധികളായിട്ടാണ് ഈ കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നത് ഉള്ളത് കൊണ്ട് ആ പ്രദേശത്തെ ഈ പ്രശ്നങ്ങൾ എല്ലാ ജനങ്ങൾ പൊതുജന സേവന പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളുടെയും ലഭ്യതകളും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് ഈ കമ്മിറ്റിയുടെയാണ് ഉത്തരവാദിത്തമാണ്. അന്നേരം അവിടെ കൂട്ടായ ഒരു ചർച്ചയിലൂടെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് സമൂഹത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നും ആ പ്രദേശത്തെ ജനങ്ങൾക്ക് എന്താണ് ആവശ്യകത എന്നുള്ളതും കൃത്യമായി ചർച്ച ചെയ്യേണ്ടതും അത് പരിഹരിക്കാനായിട്ട്, ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് നടപടികൾ സ്വീകരിക്കേണ്ടതും ഈ കമ്മിറ്റിയുടെ ചുമതലയാണ്. അപ്പൊ ആ കമ്മിറ്റിക്ക് മാത്രം, ഒരു വാർഡിൽ മാത്രം പരിഹരിക്കാൻ കഴിയാത്ത കാര്യമാണെങ്കിൽ പോലും, ഉദാഹരണം, ഒരു പ്രദേശത്തെ പാവപ്പെട്ട ആൾക്കാരുടെ റേഷൻ കാർഡ് ഇല്ല, റേഷൻ കാർഡ് ഇല്ലാത്തവർക്ക് റേഷൻ കാർഡ് ലഭ്യമാക്കുക, അല്ലെങ്കിൽ അവരുടെ കാർഡ് BPL ആയിട്ടുള്ള ദാരിദ്ര്യത്തിലേക്ക് താഴെയുള്ളവർക്ക് റേഷൻ നീല കാർഡില്ല, പിങ്ക് കാർഡില്ല, അങ്ങനെ ഒരു BPL കാർഡ് ലഭ്യമാക്കുക. ഇത് ഒരു വാർഡിന് ചെയ്യാനായിട്ട് കഴിയത്തില്ലെങ്കിൽ പോലും ഈ ഒരു പ്രശ്നമുണ്ട് എന്ന് കണ്ടെത്തി അത് പരിഹരിക്കാനായിട്ട് നമുക്ക് പഞ്ചായത്തിന് ഇടപെടുത്താനായിട്ട് കഴിയും. അതിനാണ് വാർഡ് മെമ്പർ ഉള്ളത്. ഈ വാർഡ് തല ആരോഗ്യ ശുചിത്വ കമ്മിറ്റികളുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിലേക്ക് ഈ നിർദ്ദേശങ്ങൾ പോവുകയും പഞ്ചായത്ത് ഇത് ടേക്കപ്പ് ചെയ്ത് അത് സപ്ലൈ ഓഫീസറെയും ബന്ധപ്പെട്ടവരെ അറിയിച്ച് അത് പരിഹരിക്കാനായിട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടത് നമ്മുടെ ഈ കമ്മിറ്റിയുടെ ചുമതലയായിട്ട് വരും. വൈദ്യുതി ഇല്ല, അങ്ങോട്ട് വൈദ്യുതി ഇല്ല, അല്ലെങ്കിൽ പ്രദേശത്തേക്ക് റോഡ് പ്രശ്നമാണ്, വഴിവിളക്കുകൾ കത്തുന്നില്ല, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്, മാലിന്യ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ പരിസര ഏതെങ്കിലും ഫാക്ടറികളുടെ പ്രശ്നങ്ങൾ മൂലം പരിസര മലിനീകരണങ്ങളുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നേരിടുകയും അത് പരിഹരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ശ്രദ്ധയിൽ അത് കൊണ്ടുവന്ന് അത് പരിഹരിക്കാനായിട്ട് ജനപ്രതിനിധികളെയും പ്രാദേശിക ഭരണകൂടങ്ങളെയും ഇടപെടിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഈ കമ്മിറ്റിയുടെയാണ്. അത്തരം കാര്യങ്ങളെല്ലാം ഈ കമ്മിറ്റിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നു. എന്നിട്ട് ചർച്ച ചെയ്താൽ മാത്രം പോരാ, ഈ കമ്മിറ്റിയിൽ എടുക്കുന്ന തീരുമാനം ആരാണ് നടപ്പിലാക്കേണ്ടത്, ഇത് ആരെ കൊണ്ടാണ് ചെയ്യിക്കേണ്ടത് എന്ന് കൃത്യമായി പരിശോധിക്കുകയും അതനുസരിച്ച് തീരുമാനമെടുക്കുകയും ഓരോ മാസം മീറ്റിങ്ങിലും കഴിഞ്ഞ മാസത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് പരിഹരിച്ചത് എന്നും അവ ഏത് സ്റ്റേജിലാണ് ആയത് എന്നും പരിശോധിക്കുകയും അതായത് ഇത് ഓരോ പ്രശ്നങ്ങൾ പരിഹരിക്കാനെടുക്കുന്ന നടപടികളെല്ലാം കൃത്യമായി നിരീക്ഷിക്കുന്ന ഉത്തരവാദിത്വവും ഈ കമ്മിറ്റിയിൽ അധിഷ്ഠിതമാണ്. ഓരോ മീറ്റിംഗിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നതാണ്. ഈ പൊതുജനാരോഗ്യ സംവിധാനം നമ്മൾ ആ പ്രദേശത്തെ ജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തണമെന്നുണ്ടെങ്കിൽ ആ പ്രദേശത്തെ ജനങ്ങളെ പറ്റിയുള്ള കൃത്യമായ ഒരു രേഖ, വിവരശേഖരണം നമുക്ക് ആവശ്യമാണ്. ഇതിലേക്കാണ് ആ വാർഡിലെ ജനങ്ങളുടെ ഒരു ആരോഗ്യ രജിസ്റ്റർ. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ഹെൽത്ത് എന്നൊരു പ്ലാറ്റ്ഫോമിലൂടെ ഇലക്ട്രോണിക്കലായിട്ട് എല്ലാ ആരോഗ്യ വിവരങ്ങളും അവരുടെ വീടിന്റെ സംബന്ധിച്ചുള്ളതും അവരുടെ വരുമാനവും വീടും ജീവിക്കുന്ന സാഹചര്യങ്ങളും ഓരോ വ്യക്തിഗത വിവരങ്ങളും അവരുടെ ആരോഗ്യസ്ഥിതി പറ്റിയുള്ള വ്യക്തിഗത വിവരങ്ങളും എല്ലാം ശേഖരിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഓരോ വാർഡിലും ആ വാർഡിലെ ജനങ്ങളുടെ ആരോഗ്യസ്ഥിതിയെ പറ്റിയുള്ള കൃത്യമായ ഒരു വിവരശേഖരണം വേണം. അതോടൊപ്പം ഏതെങ്കിലും മരണങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ മരണങ്ങളെ പറ്റി കൃത്യമായ പരിശോധന നടത്തി എന്തുകൊണ്ടാണ് മരിച്ചത് എന്നുള്ളതിന് കൃത്യമായ ഒരു ബോധം ഈ സമിതിക്ക് ഉണ്ടാകണം. ഇതെല്ലാം പ്ലാനിങ്ങിന് വേണ്ടി ആവശ്യം വരുന്ന ഘടകമാണ്. അതോടൊപ്പം തന്നെ ഗർഭിണികളും ചെറിയ കുട്ടികള് അവരുടെ പ്രതിരോധ കുത്തിവയ്പ് എടുക്കുന്ന അവസ്ഥ, അവർക്ക് ലഭിക്കുന്ന ആരോഗ്യ പരിരക്ഷകൾ, ഇതെല്ലാം പരിശോധിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായ ഒരു രജിസ്റ്റർ ഈ ഓരോ വാർഡുകളിലും സൂക്ഷിക്കേണ്ടതാണ്. ഇനി നേരത്തെ പറഞ്ഞ കണക്കുള്ള പൊതുജന സേവന പരിപാടികൾ, അത്തരം പരിപാടികളിൽ നിന്നും അർഹതപ്പെട്ട ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? അന്നേരം നമ്മൾ ഈ ഫാമിലി രജിസ്റ്ററിലൂടെ അല്ലെങ്കിൽ ആ വില്ലേജ് രജിസ്റ്ററിലൂടെ ആ ജനങ്ങൾക്ക് അവർക്ക് ലഭിക്കേണ്ട നേരത്തെ സൂചിപ്പിച്ച സാമൂഹ്യ ക്ഷേമ പദ്ധതികൾക്ക് അർഹരായപ്പെട്ടവരാരെങ്കിലും വീടില്ലാതെ കിടക്കുന്നവര്, അത്തരം അർഹതപ്പെട്ടവരാരെങ്കിലും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്തരം ആൾക്കാരെ പറ്റിയുള്ള വിവരശേഖരണവും നമുക്കിത് വളരെ അത്യാവശ്യമാണ്. പ്രധാനമായിട്ടും വിട്ടുപോകാൻ പാടില്ലാത്തത്
ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാരാണ്. ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അർഹതപ്പെട്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതും നമ്മുടെ ഈ ഒരു കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണ്. അതിലേക്ക് ഒരു ത്വരിതമായിട്ട് പ്രവർത്തിക്കേണ്ടതും നമ്മുടെ ആവശ്യകതയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഓരോ ജനങ്ങളെ ആശ്രയിക്കുന്ന പൊതുജനാരോഗ്യ സംവിധാനങ്ങളിൽ ആവശ്യം വേണ്ട സേവനം, ഉദാഹരണം അത് സ്കൂളാകാം, അംഗനവാടിയാകാം, സബ് സെന്റർ ആകാം, പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാകാം, കുടുംബാരോഗ്യ കേന്ദ്രം, സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം, ഇവിടെ അല്ല. ഈ പ്രദേശങ്ങളിൽ തങ്ങൾക്ക് എന്താണ് സേവനങ്ങൾ ലഭിക്കേണ്ടത് എന്ന് കൃത്യമായ ഒരു ധാരണ ജനങ്ങൾക്കുണ്ടായിരിക്കണം. അത് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ആ സേവനങ്ങൾ അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യേണ്ട ചുമതലയും കൂടെ ഈ കമ്മിറ്റിക്ക്, വാർഡ് ആരോഗ്യ ശുചിത്വ കമ്മിറ്റികൾക്കുള്ളതാണ്. അന്നേരം ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് ഒരു ടൂളായിട്ട് ഈ കമ്മിറ്റിക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിയും. അതായത് പൊതുജന സേവന സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നും അവർക്ക് അർഹതപ്പെട്ട സേവനങ്ങൾ ഈ പൊതു സേവന സംവിധാനങ്ങളിലൂടെ ലഭിക്കുന്നുണ്ടോ എന്നും ഉറപ്പുവരുത്താനായിട്ടുള്ള ഒരു സോഷ്യൽ ഓഡിറ്റിങ് നമുക്ക് ഈ വാർഡ് തല ആരോഗ്യ ശുചിത്വ കമ്മിറ്റികളിൽ പ്രതിമാസ യോഗങ്ങളിലൂടെ നടത്താവുന്നതാണ്. ഇനി ഇവരുടെ ആദ്യമേ ലക്ഷ്യങ്ങളിൽ സൂചിപ്പിച്ച പോലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇതിലേക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്താനായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ജീവനക്കാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ജനകീയ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തി ചെയ്യേണ്ട പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളിൽ ജനകീയ കൂട്ടായ്മ ഉറപ്പുവരുത്താനായിട്ടും നമുക്ക് ഈ വാർഡ് തല ആരോഗ്യ ശുചിത്വ കമ്മിറ്റികളിലൂടെയാണ് സാധിക്കുന്നത്. ആദ്യമേ സൂചിപ്പിച്ചു, ഈ കേന്ദ്ര നയവും സംസ്ഥാന നയവും കാര്യങ്ങളും ഉണ്ട്. ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തേണ്ടത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണെങ്കിൽ പോലും ജനങ്ങളുടെ പങ്കാളിത്തം കൂടാതെ ഒരു ആരോഗ്യ പരിരക്ഷ, പൊതുജനാരോഗ്യം നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് കഴിയില്ല. ഇനി സേവനങ്ങൾ, നേരത്തെ ആരോഗ്യ വിദ്യാഭ്യാസത്തിലും പൊതുജനങ്ങളുടെ സേവന ഇതിനകത്തും വരുന്ന ബോധവൽക്കരണത്തിനും വരുന്ന കാര്യമാണ്. തങ്ങൾക്ക് അർഹതപ്പെട്ടത് എന്താണ് എന്ന് ഒരു ബോധം ജനങ്ങൾക്കുണ്ടാവണം. തങ്ങളുടെ അവകാശം എന്താണ് എന്നൊരു ബോധം ജനങ്ങൾക്കുണ്ടാകുകയും ആ സേവനങ്ങൾ തങ്ങൾക്ക് ലഭ്യമാകുന്നു എന്ന് ഉറപ്പുവരുത്താനായിട്ടും, നേരത്തെ പറഞ്ഞ സേവന ദാതാക്കളും ഈ ഗുണഭോക്താക്കളും തമ്മിലുള്ള ലിങ്കായിട്ട് പ്രവർത്തിക്കാനായിട്ടും, ഒഴിവാക്കപ്പെട്ടവരെ കണ്ടെത്തി ഈ സേവനങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ടും എല്ലാം നമുക്ക് ഈ വാർഡ് തല ആരോഗ്യ ശുചിത്വ കമ്മിറ്റികളിലൂടെയാണ് സാധിക്കുന്നത്. ഇതിനു പുറമെ ആണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ന്യൂട്രീഷനിലേക്ക് വരുന്നത്. അന്നേരം ഈ ആരോഗ്യ പ്രദായകരെയും ഗുണഭോക്താക്കളെയും കണ്ടെത്തി അവരെ ലിങ്ക് ചെയ്യുന്ന ഒരു സംവിധാനം നമ്മുടെ ഈ വാർഡ് തല ആരോഗ്യ ശുചിത്വ കമ്മിറ്റികളുടെ ഒരു ചുമതലയിൽ വരുന്നതാണ്. ഏതെങ്കിലും സേവനങ്ങൾ നൽകുന്നതിനകത്ത് ഏതെങ്കിലും വീഴ്ചകളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി അത് പരിഹരിക്കാനായിട്ട് വേണ്ട നടപടികൾ എടുക്കാനായിട്ട് നമുക്ക് കഴിയണം. അതോടൊപ്പം തന്നെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഒരു മെഡിക്കൽ ക്യാമ്പ് വെക്കുക എന്നുണ്ടെങ്കിൽ ആ ആൾക്കാർ അതിനകത്ത് പങ്കാളികളാകുന്നില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ടൊരു കാര്യമില്ല. അതുകൊണ്ട് അത്തരം ഒരു ക്യാമ്പോ കാര്യങ്ങളുണ്ടെങ്കിൽ അത്തരം അതിലേക്ക് ആൾക്കാരെ കൂടുതലായിട്ട് കൂട്ടിക്കൊണ്ടുവരിക, അതനുസരിച്ച് ജനകീയ പങ്കാളിത്തം ഈ സേവന പ്രദാനത്തിനകത്തൂടെ ഉറപ്പുവരുത്താനായിട്ട് നമുക്ക് കഴിയണം. ജനന മരണങ്ങൾ കൃത്യമായി രജിസ്റ്റർ ചെയ്യപ്പെടുന്നു എന്നും ഓരോ പ്രദേശത്തുണ്ടാകുന്ന ഓരോ മരണങ്ങളും പരിശോധിക്കപ്പെടുകയും ചെയ്യേണ്ടത് നമ്മുടെ ഈ കമ്മിറ്റിയുടെ കടമയായിട്ട് വരുന്നതാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു സാമൂഹിക ഓഡിറ്റിംഗ്, സോഷ്യൽ ഓഡിറ്റിംഗ് നമ്മുടെ ഈ ആരോഗ്യ സ്ഥാപനങ്ങളെ പറ്റി നടത്തേണ്ടത്. കാരണം ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ എന്തെല്ലാം സേവനങ്ങളാണ് ലഭ്യമാകേണ്ടത് എന്ന് ഇപ്പോൾ കൃത്യമായി നിർവചിച്ചിട്ടുണ്ട്. ഗുണമേന്മയുള്ള സമഗ്ര ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിനാണ്, അല്ലെങ്കിൽ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനാണ്. അവിടുന്ന് എന്തെല്ലാം സേവനങ്ങളാണ് ലഭിക്കേണ്ടത് എന്ന് കൃത്യമായി പരിശോധിക്കുകയും ആ സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ ഈ ഘടകത്തിന്റെ വില്ലേജ് ഹെൽത്ത് അല്ല വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ കമ്മിറ്റിയുടെ ചുമതലയായിട്ട് വരുന്നൊരു കാര്യമാണ്. പിന്നെ പ്ലാനിങ്. നമ്മുടെ ആസൂത്രണ പ്രക്രിയയിൽ സാധാരണഗതിയിൽ നമ്മൾ ഗ്രാമസഭ എന്ന് മാത്രമാണ് പറയുന്നത്. ഗ്രാമസഭയ്ക്ക് പുറമെ നമുക്ക് പ്ലാനിങ് നടത്താൻ കഴിയുന്ന വിവിധ ഘടകങ്ങളുണ്ട്, വിവിധ മേഖലകളുണ്ട്. അതിലൊന്നാണ് വില്ലേജ് ഹെൽത്ത്, വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ കമ്മിറ്റികൾ. ആ വാർഡിലെ പ്രശ്നങ്ങൾ എന്താണ്, പ്രധാനമായിട്ടും ആരോഗ്യ ശുചിത്വ മേഖലയിലെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് കൃത്യമായി കണ്ടെത്തി അത് പരിഹരിക്കാനായിട്ട് പ്രാദേശികമായിട്ട് ഉള്ള സജഷൻസ് കൊടുക്കാനായിട്ടും ആ
പിന്നെ ആ പ്രദേശത്ത് നടപ്പിലാക്കുന്ന ഇത്തരം പദ്ധതികൾ ഉണ്ടെങ്കിൽ, ആരോഗ്യ ശുചിത്വ പദ്ധതികൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായി നടപ്പിലാകുന്നു എന്ന് ഉറപ്പുവരുത്താനായിട്ടും നമ്മുടെ ഈ കമ്മിറ്റിക്ക് ചുമതലയുണ്ട്. ഇതിന് പ്രാദേശികമായിട്ട് ആ വില്ലേജിന് വേണ്ടി, ആ വാർഡിന് വേണ്ടി ഒരു ആരോഗ്യ പദ്ധതി പ്ലാൻ തയ്യാറാക്കേണ്ടത്, ആസൂത്രണം ചെയ്യേണ്ടത് ഈ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ ഈ ഓരോ വില്ലേജുകളിൽ നിന്നും ഓരോ വാർഡുകളിൽ നിന്നും രൂപീകരിക്കുന്ന ഇത്തരം ഹെൽത്ത് പ്ലാനുകൾ, വില്ലേജ് ഹെൽത്ത് പ്ലാനുകളും ഈ പഞ്ചായത്തിന്റെ ആരോഗ്യ പദ്ധതി ആസൂത്രണം ചെയ്യുന്ന പ്രക്രിയയിൽ വളരെ അത്യാവശ്യം വരുന്ന കാര്യമാണ്. എന്നാൽ ഓരോ വാർഡിന്റെയും ആവശ്യകത എന്താണ് എന്ന് ഗ്രാമസഭയ്ക്ക് പുറമെ ഈ വാർഡുകളിൽ നിന്നൂടെ പദ്ധതികൾ ആസൂത്രണ പ്രക്രിയ വരും. ഇതെല്ലാം കൂടെ സമഗ്രമായി ചേർത്തുകൊണ്ടാണ് ഓരോ പഞ്ചായത്തുകളുടെയും അല്ലെങ്കിൽ മുൻ കോർപ്പറേഷനുകളുടെയും ഈ കർമ്മസമിതികൾ, ആരോഗ്യ കർമ്മസമിതികൾ അവരുടെ പദ്ധതി ആസൂത്രണ പ്രക്രിയയിലേക്ക് കടക്കുമ്പോഴത്തേക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇനി ഇത് വാർഡ് തല ആരോഗ്യ ശുചിത്വ കമ്മിറ്റികളെ പറ്റിയുള്ളൊരു ഘടകം. ഇതിന് പുറമെ ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരോഗ്യ ശുചിത്വ പോഷക ദിനങ്ങൾ ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡിലും ആചരിക്കേണ്ടതായിട്ടുണ്ട്. ഈ പോഷകം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ കമ്മിറ്റിയുടെ പേര് തന്നെ വാർഡ് തല ആരോഗ്യ ശുചിത്വ പോഷക കമ്മിറ്റികളാണ്. അങ്ങനെ അതിനെ റീനെയിം ചെയ്ത് 2013 അതിന് കാരണം ഈ പോഷകം ഉറപ്പുവരുത്തേണ്ടത്, പോഷകാഹാരം ഉറപ്പുവരുത്തേണ്ടത് ആരോഗ്യം നിലനിർത്താനായിട്ട് വളരെ അത്യാവശ്യമായതുകൊണ്ടാണ് ആയതും കൂടെ ഈ ഘടകത്തിലേക്ക് വന്നത്. ഇതിന് കാരണം നമ്മുടെ ഓരോരുത്തരുടെയും ആഹാരം എന്ത് കഴിക്കണം, എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമ്മുടെ ഭരണഘടന നമുക്ക് തരുന്നുണ്ട്. ആ പ്രാദേശികമായിട്ട് നമ്മുടെ ജീവിത രീതി അനുസരിച്ച്, സംസ്കാരം അനുസരിച്ചിട്ടും ആഹാരങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ നമുക്ക് ലഭ്യമായിട്ടുള്ള, ആ പ്രാദേശികമായിട്ട് ലഭ്യമായിട്ടുള്ള ആഹാര സാധനങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ എന്താണെന്നും അവയുടെ പോഷക മൂല്യം എന്താണെന്നും മനസ്സിലാക്കി ഏതാണ് കൂടുതലായിട്ട് നമ്മുടെ ആരോഗ്യശീലത്തിലേക്ക്, ഭക്ഷണശീലത്തിലേക്ക് ഉൾപ്പെടുത്തേണ്ടത് എന്ന് കണ്ടെത്തി ആ പ്രാദേശികമായിട്ടുള്ള ജനങ്ങൾക്ക് അവർക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള, അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്ന, അവർ ഇഷ്ടപ്പെടുന്ന തരത്തിൽ ആ ആരോഗ്യശീലങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കേണ്ട ഉത്തരവാദിത്വം ഈ കമ്മിറ്റിയുടെ. അപ്പൊ ഇത് എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ വാർഡ് തല ആരോഗ്യ ശുചിത്വ ദിനങ്ങൾ ആചരിക്കുന്നത്. അന്നേരം ആ ദിനത്തിലൂടെയാണ് നമ്മൾ പ്രധാനമായിട്ടും ആ വാർഡിലേക്ക് ആരോഗ്യ ശുചിത്വ സേവനങ്ങൾ നൽകുന്നത്. നേരത്തെ പറഞ്ഞ് നമ്മൾ പ്രാദേശികമായിട്ട് ഓരോ പ്രദേശങ്ങൾ, വാർഡ് തല ആരോഗ്യ കമ്മിറ്റികളിൽ ഓരോ പ്രദേശത്ത് നിങ്ങളുടെ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടെങ്കിൽ പോലും ജനങ്ങൾക്ക് നേരിട്ട് സംവേദിക്കാനായിട്ട് കഴിയുന്ന ഒരു കൂട്ടമാണ് ആരോഗ്യ ശുചിത്വ പോഷക ദിനങ്ങൾ. ഇവിടെ കൂടെ നമ്മൾ ആരോഗ്യ സേവനങ്ങൾ നൽകുന്നതിനോടൊപ്പം തന്നെ ശുചിത്വ സേവനങ്ങളും ആരോഗ്യ വിദ്യാഭ്യാസ സേവനങ്ങളും, അതോടൊപ്പം തന്നെ ജനങ്ങളിൽ കേൾക്കാനായിട്ടുള്ള കാര്യങ്ങൾ, ജനങ്ങൾ പറയാനായിട്ടുള്ള ഒരു വേദിയും. അതായത് ഉദാഹരണം, ആശുപത്രി പോയപ്പോഴത്തേക്ക് അവിടെ ഡോക്ടർ ഇല്ലായിരുന്നു, അവിടുന്ന് മരുന്ന് പുറമേക്ക് കുറിച്ച് വരുന്നു, അല്ലെങ്കിൽ പുറമെ ഞങ്ങളുടെ സ്കൂളുകളിൽ വൈദ്യ പരിശോധനകൾ നടക്കുന്നില്ല, ഞങ്ങളുടെ അംഗൻവാടിയിൽ നിന്ന് ഭക്ഷണം കിട്ടുന്നില്ല, ഇത്തരം പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും നേരത്തെ, അതുപോലെ തന്നെ വൃദ്ധർക്ക് കൃത്യമായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്, സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമണം ഉണ്ടാകുന്നുണ്ട്, ഏത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത്തരം പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാനായിട്ടും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടാനായിട്ടും എല്ലാം ഇത്തരം ആരോഗ്യ ശുചിത്വ പോഷക ദിനങ്ങളിലൂടെ കഴിയുന്നുണ്ട്. ഇത്തരം ജനങ്ങളിലുമായിട്ട് നേരിട്ട് സംവേദിക്കാനായിട്ടും അവർക്ക് സേവനം ഉറപ്പുവരുത്താനായിട്ട് സ്വീകരിക്കുന്ന ഒരു ദിനമാണ്, ഒരു സേവന ദിനമായിട്ടാണ് നമ്മൾ ആരോഗ്യ ശുചിത്വ പോഷക ദിനങ്ങൾ ഓരോ വാർഡുകളിലും നടത്തപ്പെടേണ്ടത്. അതും പ്രാദേശികമായിട്ട് ജനങ്ങൾക്ക് ഒത്തുചേരാൻ കഴിയുന്ന ഏത് സ്ഥലത്ത് വേണമെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാം. കൂടുതലായിട്ടും ആരോഗ്യ സേവനങ്ങളോട് നൽകുന്നത് കൊണ്ട് കുറച്ച് പ്രൈവസി കൂടെ ഉറപ്പുവരുത്തുന്ന സ്ഥലങ്ങളിലായിരിക്കും നമ്മൾ പ്രധാനമായിട്ടും ഇത് സംഘടിപ്പിക്കുന്നത്. അത് അംഗൻവാടിയിലാകാം, സ്കൂളിലാകാം, നേരത്തെ പറഞ്ഞ ഏത് പ്രദേശത്ത് വേണമെങ്കിലും വെച്ച് നമുക്ക് സംഘടിപ്പിക്കാനായിട്ട് കഴിയും. ഇത് വിളിച്ചു കൂട്ടേണ്ടത്, ഇത്തരം ദിനങ്ങൾ നിശ്ചയിച്ചിട്ട് ആ ആൾക്കാരെ വിളിച്ചു കൂട്ടേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ഈ കമ്മിറ്റി അംഗങ്ങൾക്കും അതിനോടൊപ്പം പുറമെ പ്രധാനമായിട്ടും ആരോഗ്യ പ്രവർത്തകർക്കും ഈ കുടുംബ ആശാപ്രവർത്തകർക്കും അംഗൻവാടി പ്രവർത്തകർക്കും നിക്ഷിപ്തമാണ്. അത്തരം അത്ര ഒരു ആരോഗ്യ പോഷക ദിനം കൃത്യമായി നിർണയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മുൻകൂട്ടി ജനങ്ങളെ അറിയിച്ച് ഇന്ന സേവനങ്ങൾ അവിടുന്ന് നൽകപ്പെടുന്നതാണ് എന്നൊരു അറിയിപ്പ് നൽകി ജനങ്ങൾക്ക് അതിനകത്ത് പങ്കെടുക്കാനായിട്ട് പ്രേരിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഈ അംഗങ്ങൾക്കുള്ള. അതിലേക്ക് നമ്മൾ അനവധി സേവനങ്ങൾ നൽകുന്നുണ്ട്. അതില് പ്രധാനമായിട്ടും ഗർഭിണികൾക്കും സ്ത്രീകൾക്കും നൽകപ്പെടുന്ന സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭിണികളെ, കാരണം ഇന്ത്യയിലത്തെ ഇപ്പോഴത്തെ നിയമപ്രകാരം ഗർഭാവസ്ഥയിലും അല്ലെങ്കിൽ ഒരു പ്രസവത്തിലേക്ക് ആവശ്യമായി
എല്ലാവിധ സേവനങ്ങളും പൂർണ്ണമായും സൗജന്യമാണ്. അതിനകത്ത് APL BPL ഭേദമില്ല. പൊതുജനാരോഗ്യ സേവന സംവിധാനത്തിലൂടെ ഈ സേവനങ്ങൾ പൂർണ്ണമായും സൗജന്യമാണ്. അത്തരം എല്ലാ ഗർഭിണികളെയും കണ്ടെത്തി മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുക, അവരെ കൃത്യമായ പരിശോധനയ്ക്ക് വിധേയരാക്കുക. അതിനോടൊപ്പം തന്നെ ഏതെങ്കിലും പ്രശ്നങ്ങൾ കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ അവരെ കൃത്യമായി രോഗപ്രതിരോധ കുത്തിവയ്പ്പ് നൽകുകയും അല്ലെങ്കിൽ വൈകല്യങ്ങളോ പ്രശ്നങ്ങളോ കണ്ടെത്തി കഴിഞ്ഞാൽ വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് അവരെ അയക്കുക. ഉദാഹരണം, ഏതെങ്കിലും കുട്ടികൾക്ക് ആവശ്യം വേണ്ടി വരുന്ന കുത്തിവയ്പ്പ് കൊടുക്കുക, ഗർഭിണികൾക്ക് ആവശ്യം വേണ്ട കുത്തിവയ്പ്പ് കൊടുക്കുക, വൈറ്റമിൻ A മരുന്ന് കൊടുക്കുക, കുട്ടികളെയും ഗർഭിണികളുടെയും കൃത്യമായ തൂക്കം പരിശോധിക്കുക, ക്ഷയരോഗവും മറ്റു മരുന്നുകൾ, ക്ഷയരോഗത്തിന് മരുന്നും മറ്റുമൊക്കെ വിതരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്തരം മരുന്നുകൾ വിതരണം ചെയ്യുക, ഗർഭനിരോധന മാർഗങ്ങൾ കാര്യങ്ങൾ വിതരണം ചെയ്യുക, അധിക പോഷണ സേവനങ്ങൾ നൽകണമെന്നുണ്ടെങ്കിൽ അത്തരം സേവനങ്ങൾ നൽകുക. ഇതെല്ലാം വാർഡ് തല ആരോഗ്യ ശുചിത്വ ദിനങ്ങളിൽ നൽകപ്പെടുന്നതാണ്. ഇനി ആ സമൂഹവുമായിട്ട് നേരത്തെ പറഞ്ഞ കണക്കുള്ള ഗർഭാവസ്ഥയിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളത്, അവരെ ആരോഗ്യ വിദ്യാഭ്യാസം നൽകുമ്പോഴത്തേക്ക് ഇവിടെ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ, ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന ഗുരുതര പ്രശ്നങ്ങൾ എന്താണ് എന്ന് മുൻകൂട്ടി കണ്ടെത്താനായിട്ട്, മുൻകൂട്ടി അറിയാനായിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുക. ആശുപത്രിയിലെ പ്രസവം നടത്താൻ, വീട്ടിലെ പ്രസവം ഒഴിവാക്കി ആശുപത്രിയിൽ തന്നെ പ്രസവം നടക്കുക എന്നുള്ളത് ഉറപ്പാക്കുക. പ്രസവാനന്തര പരിരക്ഷ കൃത്യമായി ഉറപ്പാക്കുക. വീട്ടില് നവജാത ശിശുക്കൾക്ക് വേണ്ടി വരുന്ന പരിരക്ഷ എന്തൊക്കെയാണ് സേവനങ്ങൾ, അല്ലെങ്കിൽ അവരെ പരിപാലന രീതികൾ എന്താണ് എന്ന് കൃത്യമായി ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുക. ഈ ജനനി സുരക്ഷാ യോജനയ്ക്ക് അർഹരായിട്ടുള്ള ഗർഭിണികളെ കണ്ടെത്തി അവർക്ക് ആ സേവനം ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പാക്കുക. ന്യൂട്രീഷന്റെ ഭാഗമായിട്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യം വേണ്ട പോഷകാഹാരങ്ങളെ പറ്റിയുള്ള കൃത്യമായ അറിവ് ജനങ്ങൾക്ക് പകർന്നു നൽകുക. മുലയൂട്ടൽ കൃത്യമായി പ്രോത്സാഹിപ്പിക്കുക. ആഹാരം, അധിക ആഹാരം കൊടുത്തു തുടങ്ങുന്ന വേളയിൽ കുറുക്കം മറ്റും മുലയൂട്ടലിന് പുറമെ 6 മാസത്തിന് ശേഷം കുട്ടികൾക്ക് ആഹാരം കൊടുക്കുന്ന രീതിയിൽ ആ ആഹാരത്തെ പറ്റി കൃത്യമായ ഒരു ബോധം ജനങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ വയറിളക്ക സംബന്ധമായിട്ടുള്ള അവസരം, പനി, മറ്റു അസുഖങ്ങൾ ബാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വീകരിക്കേണ്ട നടപടികളെ പറ്റി, ആ സമയത്തുള്ള ആഹാരക്രമങ്ങളെ പറ്റി കൃത്യമായ ഒരു ബോധം ജനങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കുക. ശ്വാസകോശ രോഗങ്ങളെ പറ്റി കൃത്യമായ ബോധം ഉണ്ടാക്കുക. പകർച്ചവ്യാധികളെ, മലേറിയ, ക്ഷയരോഗം, മറ്റു ഡെങ്കി മുതലായ പകർച്ചവ്യാധികളെ പറ്റി കൃത്യമായ ഒരു ബോധം, അവ തടയാനായിട്ടുള്ള നടപടികൾ എന്താണെന്ന് നോക്കുക. ലൈംഗിക രോഗങ്ങളും അല്ലെങ്കിൽ എയ്ഡ്സ് തടയാനായിട്ടുള്ള നടപടികൾ. പിന്നെ ശുദ്ധജല ലഭ്യത ഉറപ്പായിരിക്കണം. ശുദ്ധജലത്തിന്റെ ആവശ്യകത എന്താണ് എന്നും ശുദ്ധമായ കുടിവെള്ളത്തിന്റെ ആവശ്യകത എന്താണ് എന്നും ജനങ്ങളെ ബോധവൽക്കരിക്കുക. വ്യക്തി ശുചിത്വത്തെ പറ്റി കൃത്യമായ ബോധവൽക്കരണം നൽകുക. വീട്ടിലെ പരിസര ശുചിത്വത്തെ പറ്റി, വീട്ടിലെ ഗ്രഹശുചിത്വത്തെ പറ്റി കൃത്യമായ ബോധവൽക്കരണം, അതെങ്ങനെയാണ് നടപ്പിലാക്കേണ്ടതെന്നുള്ളതിനെ പറ്റി കൃത്യമായ ബോധം കൊടുക്കുക. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ അവകാശങ്ങളെ പറ്റിയും ആവശ്യകതയെ പറ്റിയുള്ള ബോധം കൊടുക്കുക. നേരത്തെ പറഞ്ഞ കണക്ക് ലൈംഗിക വിവേചനം ഒഴിവാക്കാനായിട്ട് സ്ത്രീ ഭ്രൂണഹത്യകൾ, പെൺ ഭ്രൂണഹത്യകൾ തടയാനായിട്ട് ഉള്ള നടപടികൾ, അതേപറ്റി ആവശ്യകത എന്താണെന്നുള്ള മനസ്സിലാക്കി കൊടുക്കുക. വിവാഹ പ്രായത്തെ പറ്റിയുള്ള ബോധവൽക്കരണം കൊടുക്കുക. ഏതെങ്കിലും പാർശ്വവ്യാധികൾ ആ പ്രദേശത്ത് പൊട്ടിപ്പുറപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവയെപ്പറ്റി കൃത്യമായ അറിവും എന്ത് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു കൊടുക്കുക. ദുരന്ത നിവാരണങ്ങളെ പറ്റി, ആ പ്രദേശത്ത് സാധാരണയിൽ നേരിടുന്ന ദുരന്തങ്ങൾ എന്തൊക്കെയാണ്, ആ ദുരന്തങ്ങൾ നിവാരണം ചെയ്യാനായിട്ട് സത്വര നടപടികൾ എന്തൊക്കെയാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി കൃത്യമായ ബോധം ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി കുട്ടികളാണെന്നുണ്ടെങ്കിൽ പ്രത്യേക പരിരക്ഷ ലഭിക്കേണ്ട ആൾക്കാരുണ്ടെങ്കിൽ അവരെ കണ്ടെത്തേണ്ടത് ഇതിന്റെ ആവശ്യമാണ്. ഇപ്പോൾ വൈകല്യങ്ങൾ, ഡിഫറൻഷ്യലി ഏബിൾഡ് കുട്ടികളാണെന്നുണ്ടെങ്കിൽ അത്തരം കുട്ടികളെ കാലകൂട്ടി കണ്ടെത്തി ആ വൈകല്യങ്ങൾ പരിഹരിക്കാനായിട്ട് വേണ്ട നടപടികൾ എടുക്കേണ്ടതാണ്. ഇത്തരം കുട്ടികളെ കണ്ടെത്താനായിട്ട് വൈകല്യങ്ങൾ ബാധിച്ച, ജന്മനാ ഉള്ള വൈകല്യങ്ങൾ ബാധിച്ചിട്ടുള്ള കുട്ടികളെ പ്രാരംഭ ദിശയിൽ തന്നെ കണ്ടെത്തേണ്ടത് ഇത്തരം ന്യൂട്രീഷൻ ഡേയിലൂടെയാണ്. ആ കുട്ടികളെ കണ്ടെത്തി പരിശോധിക്കുന്നത്. അതോടൊപ്പം തന്നെ ന്യൂനപോഷണമുള്ള ബാധിച്ച കുട്ടികളെ കണ്ടെത്തി പരിശോധിക്കാൻ നടത്തുന്നതാണ്. രക്തക്കുറവ് ഉള്ള കുട്ടികള്, അനീമിയ ഉള്ള കുട്ടികള്, ആശുപത്രിയിലേക്ക് നേരത്തെ മുൻകൂട്ടി തന്നെ പ്രസവ സംബന്ധമായിട്ട് ആശുപത്രിയിലേക്ക് അഡ്മിഷനായിട്ട് വേണ്ടി വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത്തരം ആൾക്കാരെ കണ്ടെത്തുക എന്നുള്ളതും, പ്രായമുള്ള വൃദ്ധർക്ക്
പ്രായമുള്ളവരിൽ വരുന്ന സാധാരണത്തിൽ കണ്ടുവരുന്ന രോഗങ്ങളും അവരുടെ പ്രശ്നങ്ങളും കണ്ടെത്തി, അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ടവർ അനാഥരായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തി അവർക്ക് വേണ്ടി വരുന്ന സേവനങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളത് ഈ കമ്മിറ്റികളുടെ ഈ ഇത്തരം ദിനങ്ങളിലൂടെ നൽകപ്പെടുന്ന സേവനങ്ങളുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇത്തരം നേരത്തെ പറഞ്ഞ കണക്ക് ആദ്യം വാർഡ് തല ആരോഗ്യ രജിസ്റ്റർ രൂപീകരിക്കുന്ന വേളയിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം സമഗ്രമായി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത്തരം ഒരു പ്ലാനിങ്ങിലേക്ക് നമുക്ക് ആവശ്യകത പ്രയോജനപ്പെടുത്താനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഈ ഡാറ്റ കളക്ഷന്റെ ഇമ്പോർട്ടൻസ് ഈ കമ്മിറ്റികളുടെ ചുമതലയും അല്ലെങ്കിൽ വാർഡ് തല ആരോഗ്യ ശുചിത്വ ദിനങ്ങളിലൂടെ നമുക്ക് സാധിക്കാനായിട്ട് കഴിയുന്നത്. മെറ്റേണൽ ഹെൽത്ത് നേരത്തെ സൂചിപ്പിച്ച കണക്ക് ഏർലി രജിസ്ട്രേഷന് പ്രധാനമാണ്. സേഫ് അബോർഷൻ വേണം. അബോർഷൻ താല്പര്യപ്പെടുന്നവർക്ക് സേഫ് അബോർഷന് വേണ്ടി വരുന്ന സൗകര്യങ്ങൾ എവിടെയാണ് ലഭ്യമാകുന്നതെന്നും അതിലേക്ക് അവർക്ക് ലഭ്യമാക്കാനായിട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടത് ഉദാഹരണമാണ്. കൗൺസിലിംഗ് വരുമ്പോഴത്തേക്ക് വിദ്യാഭ്യാസം നേരത്തെ പറഞ്ഞ കണക്ക് ഏജ് ഓഫ് മാരേജ്, കെയർ ഡ്യൂറിംഗ് പ്രഗ്നൻസി, ഈ നേരത്തെ വിവരിച്ച എല്ലാ കാര്യങ്ങളെ പറ്റി കൃത്യമായ ബോധം ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കാനായിട്ട് ഈ ഇത്തരം ജനകീയ കൂട്ടായ്മയിലൂടെ അല്ലെങ്കിൽ ആരോഗ്യ പോഷക ദിനത്തിലൂടെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. കുട്ടികളിൽ ഒരു വയസ്സ് താഴെ എല്ലാ കുട്ടികളെയും രജിസ്റ്റർ ചെയ്യണം. ജനിക്കുന്ന എല്ലാ കുട്ടികളെയും രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം. അവർക്ക് നേരത്തെ ന്യൂബോൺ നവജാത ശിശുക്കളുടെ പരിചരണത്തെ പറ്റിയുള്ള ബോധവും ആഹാരക്രമങ്ങളെ പറ്റിയും മുലയൂട്ടലുടെ പ്രാധാന്യത്തെ പറ്റിയും രോഗപ്രതിരോധ കുത്തിവയ്പ്പുകളുടെ പ്രാധാന്യത്തെ പറ്റിയും കൃത്യമായി ഉറപ്പുവരുത്തണം. ഈ ആരോഗ്യ ദിനത്തിൽ തന്നെയാണ് രോഗപ്രതിരോധ കുത്തിവയ്പ്പ് കാര്യങ്ങളും നൽകാനായിട്ടുള്ള സംവിധാനങ്ങളും വേണം. ഓരോ പ്രായത്തിലുള്ള കുട്ടികളുടെയും പിന്നെ കുട്ടികളുടെ വളർച്ച കൃത്യമായി മോണിറ്റർ ചെയ്യാനായിട്ട് കുട്ടികളുടെ വെയിറ്റ് പരിശോധിക്കുന്നതും അവരുടെ അളവുകൾ പരിശോധിക്കുന്നതും ഈ ആരോഗ്യ പോഷക ദിനങ്ങളിൽ അവിടെ നടത്തപ്പെട്ടതാണ്. ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങളോ പ്രശ്നങ്ങളോ ഉള്ള കുട്ടികളെ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്തരം കുട്ടികളെ ആ സേവനങ്ങൾ ലഭിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് റഫർ ചെയ്യേണ്ടതും ഇത്തരം ആരോഗ്യ പോഷക ദിനങ്ങളിൽ നിന്നാണ്. വയറിളക്ക മൂലമുള്ള മരണങ്ങൾ ഒഴിവാക്കാനായിട്ട് വയറിളക്ക രോഗ ചികിത്സയ്ക്കും അത്യാവശ്യം വേണ്ടി വരുന്ന 2 ഘടകങ്ങളാണ് ORSഉം അതോടൊപ്പം തന്നെ ക്ലോറിനേഷനും. അപ്പൊ ഇത്തരം സേവനങ്ങൾ ORS പാക്കറ്റ് ഡിസ്ട്രിബ്യൂഷനും അതോടൊപ്പം തന്നെ ക്ലോറിനേഷൻ വീടുകളിലും അല്ലെങ്കിൽ പൊതു കിണറുകളിലും ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പുവരുത്താനായിട്ട് ഇത്തരം വാർഡ് ആരോഗ്യ ശുചിത്വ ദിനങ്ങളിലൂടെ നമ്മൾ സാധിക്കുന്നതാണ്. കുടുംബാസൂത്രണ പ്രക്രിയയിൽ വേണ്ടി വരുന്ന സഹായങ്ങൾ ഈ സേവനങ്ങളുടെ കോപ്പറേറ്റീവ് OP ആണെങ്കിലും ഓറൽ പിൽസ് ആണെങ്കിലും ശരി, കോണ്ടംസ് ആണെങ്കിലും ശരി, ഇത്തരം ആരോഗ്യ ശുചിത്വ പോഷക ദിനങ്ങളിലൂടെ നൽകപ്പെടുന്നതാണ്. ആവശ്യം വേണ്ടി വരിക നമ്മുടെ കോപ്പറേറ്റീവ് ഇൻസെർഷനും കൂടെ ഇത്തരം ദിനങ്ങളിലൂടെ ഇത്തരം സേവനങ്ങളിലൂടെ അവിടെ നൽകുന്നതാണ്. അതുകൊണ്ടാണ് പ്രൈവസി കുറച്ച് വേണ്ടി വരും എന്ന് ആദ്യമേ സൂചിപ്പിച്ചത്. പിന്നെ ലൈംഗിക രോഗങ്ങൾ തടയാനായിട്ട് വേണ്ടി വരുന്ന സേവനങ്ങൾ ഈ ഇതിനകത്തൂടെ നൽകേണ്ടതാണ്, ആരോഗ്യ പോഷക ദിനത്തിലൂടെ നൽകേണ്ടതാണ്. സാനിറ്റേഷൻ ശുചിത്വം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അന്നേരം ഏതെങ്കിലും കക്കൂസ് ഇല്ലാത്ത വീടുകളുണ്ടെങ്കിൽ അത്തരം വീടുകൾ അവരെ കണ്ടെത്തി അവർക്ക് ആ കക്കൂസ് ലഭ്യമാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ആവശ്യമാണ്. ആയതിലേക്ക് വേണ്ടി സബ്സിഡികൾ അപേക്ഷ നൽകാനായിട്ട് അവരെ സജ്ജരാക്കേണ്ടതും എല്ലാം ഈ ആരോഗ്യ ദിനത്തിലൂടെ ആരോഗ്യ പോഷക ദിനത്തിലൂടെ നമ്മൾ ചെയ്യിക്കാനായിട്ട് കഴിയുന്നതാണ്. മലിനജലം കെട്ടിക്കിടന്ന് അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടന്ന് കൊതുക് വളരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവയുടെ പ്രശ്നം പരിഹരിക്കാനായിട്ട് നമുക്ക് ഈ കമ്മിറ്റിയിലൂടെ ഈ ദിനങ്ങളിലൂടെ അവർക്ക് ബോധവൽക്കരണം നൽകുകയും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും ഈ കമ്മിറ്റിയുടെ ആസൂത്രണം ചെയ്യാവുന്നതാണ്. ജനങ്ങളുടെ വീടുകളിൽ മാലിന്യ സംസ്കരണം, മാലിന്യം കൂടുതലായിട്ട് ഉണ്ടാകുന്ന വീടുകളിൽ നിന്നുണ്ട് അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുമാണ്. അത്തരം ഈ മാലിന്യ സംസ്കരണം കൃത്യമായ ശാസ്ത്രീയമായ രീതിയിൽ നടപ്പിലാക്കാനായിട്ട് ജനങ്ങളെ പ്രേരിപ്പിക്കാനായിട്ടും അതേപ്പറ്റി ബോധം കൊടുക്കാനായിട്ടും അതനുസരിച്ചുള്ള സേവനങ്ങളോ സബ്സിഡികളോ മറ്റ് ആനുകൂല്യങ്ങളോ ലഭ്യമാക്കാനായിട്ട് അവർ പ്രാപ്തരാക്കേണ്ടതും ഈ ദിനങ്ങളിലൂടെയാണ്. പകർച്ചവ്യാധികളെ പറ്റി ആ പ്രദേശത്തോ ഏതെങ്കിലും പകർച്ചവ്യാധികൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവയിൽ സ്വീകരിക്കേണ്ട മാർഗങ്ങളെ പറ്റിയും സുരക്ഷാ മാർഗങ്ങളെ പറ്റിയും കൃത്യമായ ബോധമുണ്ടാകുകയും ഈ പകർച്ചവ്യാധികൾ ഉണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കാനായിട്ട് ജനകീയ പങ്കാളിത്തത്തിലൂടെ നടപടികൾ സ്വീകരിക്കേണ്ടത് ഈ ദിനങ്ങളിൽ പ്ലാൻ ചെയ്ത് അവിടെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. സ്ത്രീകളുടെ ശാക്തീകരണം, ഇതിലേക്ക് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അക്രമങ്ങൾ, അതിക്രമങ്ങൾ, ഡൊമസ്റ്റിക് വയലൻസ്, അത്തരം
അല്ല സാറ്, 1 മണിക്കൂറായി സംസാരിക്കുന്ന, ഇടയ്ക്ക് ബ്രേക്ക് എടുക്കണമെങ്കിൽ ഒന്ന് ബ്രേക്ക് എടുത്ത് ഇവർക്ക് ഡൗട്ട് ചോദിക്കാനായിട്ട്. അല്ല, സംസാരിച്ച് കഴിഞ്ഞിട്ട് ഡൗട്ടിലോട്ട് കിടക്കാം. ഓ ശരി സാർ, ഓക്കെ ശരി. സ്ത്രീകൾക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങൾ, അതല്ലെങ്കിൽ തന്നെ ലഹരി ഉപയോഗം, ഇതെല്ലാം സമൂഹത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇത്തരം പ്രശ്നങ്ങൾ ആ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് ലൈംഗിക അതിക്രമത്തിനോ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമത്തിനോ ഗാർഹിക പീഡനത്തിനോ ഇരയാകുന്ന സ്ത്രീകൾക്ക് പരിരക്ഷ ഉറപ്പുവരുത്താനായിട്ട്, അത്തരം പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് അഡ്രസ് ചെയ്യാനായിട്ട് ഈ ഒരു സംവിധാനത്തിലൂടെ കഴിയണം, ഈ വാർഡ് തല ആരോഗ്യ ശുചിത്വ കമ്മിറ്റികളിലൂടെ കഴിയണം. അപ്പൊ അത്തരം സേവനങ്ങൾ ആവശ്യമായിട്ട് വരുന്നവർക്ക്, അല്ലെങ്കിൽ ബാലിക വിവാഹം, അത്തരം കാര്യങ്ങളെല്ലാം അഡ്രസ് ചെയ്യാനായിട്ട് നമുക്ക് ഇതിനകത്ത് കഴിയേണ്ടതാണ്. പിന്നെ ഹെൽത്ത് പ്രൊമോഷൻ, ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്താനായിട്ടുള്ള കാര്യങ്ങളാണ്. പുകയിലയുടെ ഉപയോഗം കുറയ്ക്കാനായിട്ടും ആരോഗ്യപരമായ ജീവിത രീതികൾ, ശീലങ്ങൾ, അത് യോഗയാകാം, എക്സസൈസ് ആകാം, മറ്റ് ശീലങ്ങളാകാം, അത്തരം ശീലങ്ങൾ ആകാനായിട്ടും കൃത്യമായ ആഹാര ക്രമങ്ങളെ പറ്റി കൃത്യമായ ബോധവൽക്കരണം, ആരോഗ്യപരമായ ഭക്ഷണശീലങ്ങളെ പറ്റി ബോധവൽക്കരണം നൽകാനായിട്ടും നമുക്ക് ഇത്തരം ഈ ആരോഗ്യ ശുചിത്വ പോഷക ദിനങ്ങളിലൂടെ കഴിയുന്നതാണ്. ആദ്യമേ വിവരിച്ച പോലെ ഈ ന്യൂട്രീഷൻ എന്ന് പ്രത്യേക ഒരു പേരിട്ട് തന്നെ ഇതിനകത്തോട്ട് ചേർക്കാനുള്ള കാരണം, അതനുസരിച്ചുള്ള സേവനങ്ങൾ ഫലപ്രദമായി നൽകാനായിട്ട് ഈ ആരോഗ്യ ശുചിത്വ പോഷക ദിനങ്ങളിലൂടെ ആരോഗ്യ പോഷക കമ്മിറ്റികൾ, വാർഡ് തല ആരോഗ്യ പോഷക കമ്മിറ്റികൾക്ക് സാധിക്കും. ആ പ്രദേശത്ത് ലഭ്യമായിട്ടുള്ള ആഹാര സാധനങ്ങൾ, ജനങ്ങൾക്ക് ആ പ്രദേശത്ത് അവർക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആഹാര സാധനങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ എന്താണ്, അവയുടെ ഭക്ഷ്യമൂല്യം എന്താണ്, അവ ഏത് തരത്തിൽ പാചകം ചെയ്യണം എന്നും, അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ, അവർക്ക് പ്രാദേശികമായിട്ട് ലഭ്യമാകുന്ന, അവർക്ക് ഇഷ്ടപ്പെടുന്ന അവരുടെ ജീവിതശൈലിയുമായിട്ട് ചേർന്ന് പോകുന്ന തരത്തിൽ എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നും, തെറ്റായ ഭക്ഷണശീലങ്ങൾ എന്താണ് എന്നും അവരെ കൃത്യമായി ബോധപ്പെടുത്തി കൊടുക്കാനായിട്ട് ഇത്തരം ആരോഗ്യ ദിനം, പോഷക ദിനങ്ങളിലൂടെ നമുക്ക് കഴിയാൻ. ഇതാണ് നമുക്ക് ഒരു ബ്രോഡായിട്ട് ആരോഗ്യ പോഷക കമ്മിറ്റികളെ, വാർഡ് തല ആരോഗ്യ പോഷക കമ്മിറ്റികളെ പറ്റിയും ആരോഗ്യ പോഷക ദിനങ്ങളെ പറ്റിയും പറയാനായിട്ടുള്ളത്. ഒന്ന് സമ്മറൈസ് ചെയ്യാന്നുണ്ടെങ്കിൽ, പൊതുജനാരോഗ്യം ഉറപ്പുവരുത്താനായിട്ട് ജനകീയ പങ്കാളിത്തം അത്യന്താപേക്ഷിതമാണ്. ആ ജനകീയ പങ്കാളിത്തം ഇതിലേക്ക് ഉറപ്പുവരുത്താനായിട്ടാണ് വാർഡ് തല ആരോഗ്യ ശുചിത്വ കമ്മിറ്റികൾ രൂപീകൃതമായിട്ടുള്ളത്. അവ ഭരണപരമായിട്ട് പഞ്ചായത്തിലെ ആരോഗ്യ പോഷക കമ്മിറ്റികളുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ, വാർഡ് തല ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ആരാണ് ഇത്? ഓഫീസിൽ മീറ്റിംഗിലാണ്, ഒരു മീറ്റിംഗിലാണ്. വാർഡ് തല ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ് ഈ വാർഡ് തല ആരോഗ്യ ന്യൂട്രീഷൻ കമ്മിറ്റികൾ. അത് ആ കമ്മിറ്റികളുടെ ചുമതലകൾ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. അവരുടെ പ്രവർത്തന രീതികൾ പറഞ്ഞ്, ഇനി ഇവരുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന മറ്റൊരു ദിനമാണ് ആരോഗ്യ പോഷക ദിനങ്ങൾ. അതിലൂടെ ജനങ്ങൾക്ക് സേവനങ്ങൾ ലഭ്യമാകുന്നു. ഈ കമ്മിറ്റികളിൽ ചുമതലയിൽപ്പെട്ട കാര്യമാണ് ഇത്തരം അവർക്ക് ജനങ്ങൾക്ക് ആരോഗ്യം പ്രദാനം ചെയ്യേണ്ട സ്ഥാപനങ്ങൾ, അംഗനവാടി ആണെങ്കിലും, സബ് സെന്റർ ആണെങ്കിലും ശരി, ആശുപത്രികളാണെങ്കിലും ശരി, സന്ദർശിച്ച് അവയുടെ പ്രത്യേക ചെക്ക് ലിസ്റ്റ് പ്രകാരം പരിശോധിച്ച് അവയ്ക്ക് കൃത്യമായ സേവനങ്ങൾ അവിടുന്ന് ലഭ്യമാക്കാനായിട്ട് വേണ്ട കാര്യങ്ങൾ അവിടെ ഉണ്ടോ എന്ന് പരിശോധിച്ച് ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് നടപ്പിലാക്കുന്നത് ഈ കമ്മിറ്റിയുടെ ചുമതലയാണ്. അന്നേരം നടപ്പിലാക്കുന്ന ഇത്തരം റിപ്പോർട്ടുകൾ പഞ്ചായത്ത് മെമ്പർ വഴി, ഇതിന്റെ അധ്യക്ഷൻ വഴി നമ്മൾ പഞ്ചായത്തിലേക്ക് കൊടുക്കുകയും പഞ്ചായത്ത് ഭരണസമിതികൾ അത് ചർച്ച ചെയ്യുകയും അത് പരിഹരിക്കാനായിട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് ഈ വാർഡ് തല ആരോഗ്യ ശുചിത്വ പോഷക കമ്മിറ്റികളുടെ ചുമതലയായിട്ടുള്ള കാര്യമാണ്. ഇതിൽ നേരിട്ട് സേവനങ്ങൾ നൽകാനായിട്ടാണ് നമ്മൾ ആരോഗ്യ പോഷക ദിനങ്ങളും ആചരിച്ചു വരുന്നത്. സാറെ, VSHNCയുടെ ഫണ്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞല്ലോ. അത് NHMന്റെ 10,000 പെർ ഇയറിൽ കുറയാതെ ഉള്ള ഒരു എമൗണ്ടും, പിന്നെ പഞ്ചായത്തിന്റെ ഓൺ ഫണ്ട് എന്നും ശുചിത്വ മിഷന്റെ ഫണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഇതിനൊരു അപ്പർ ലിമിറ്റ് വല്ലതും ഉണ്ടോ സാറെ? അതോ ഈ പഞ്ചായത്തുകൾക്ക്, ഗ്രാമപഞ്ചായത്തുകൾക്ക് 10,000 രൂപയും കോർപ്പറേഷനുകൾക്ക് 25,000 രൂപയും മുനിസിപ്പാലിറ്റികൾക്ക് 15,000 രൂപയും ആണ് NHMൽ നിന്ന് ലഭിക്കുന്നത്. അത് ഓരോ വർഷവും NHMന്റെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് വ്യതിയാനപ്പെടാം.
എന്തായാലും ശരി, ലോവർ ലിമിറ്റാണ് ഈ പറഞ്ഞത്. അതിനോടൊപ്പം തന്നെയാണ് പഞ്ചായത്തുകൾക്ക് നിർബന്ധമായും ഈ ആരോഗ്യ ശുചിത്വ പോഷക കമ്മിറ്റികൾക്ക് വേണ്ടി അവരുടെ തനത് ഫണ്ടിൽ നിന്നും 10,000 രൂപ, 5,000 മുതൽ 10,000 രൂപ വരെ, ചില പഞ്ചായത്തുകൾ അതിൽ കൂടുതൽ അവർക്ക്, അതിനൊരു ലിമിറ്റ് ഇല്ല, എത്ര രൂപ വേണമെങ്കിലും അവർക്ക് വീതം വയ്ക്കാം. പക്ഷെ തുല്യതയായിരിക്കണം. ശുചിത്വ മിഷൻ 5,000 രൂപ തൊട്ട് 10,000 രൂപ വരെയാണ്. അത് ഞാൻ പറഞ്ഞാണ്, ചില കോർപ്പറേഷൻ ആകുമ്പോഴത്തെ അവിടെ പോപ്പുലേഷൻ കാര്യങ്ങൾ കൂടുതലോട് വ്യതിയാനപ്പെടും. ഇതനുസരിച്ചിട്ടാണ് ഫണ്ടുകൾ നൽകുന്നത്. സാറേ, ഇതുപോലെ VSHNCയുടെ കൺവീൻ ചെയ്യുന്നത് ഒരു ആരോഗ്യ പ്രവർത്തകരാന്ന് പറയുന്നല്ലോ, അത് ആശാ വർക്കറാണോ അതോ അല്ല, ആശാ വർക്കർ എന്ന് പറയുന്നത് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് ആണ്. അതായത് അത് അവരെ ഒരു സന്നദ്ധ പ്രവർത്തക എന്ന രീതിയിലാണ് അവരെ പരിഗണിക്കുന്നത്. അതുകൊണ്ട് ഒരു പൊതുധനം കൈകാര്യം ചെയ്യാനായിട്ട് ആൻസറബിൾ ആയിട്ട് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ വേണം എന്നുള്ളത് കൊണ്ടാണ് പ്രധാനമായിട്ടും നമ്മൾ ആരോഗ്യ പ്രവർത്തകരെ, അത് JPHN, JHI മുതലായവരെ, അത് മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ മുനിസിപ്പൽ ഹെൽത്ത് സർവീസിലെ JHI, JPHN മുതലായവരെ മാത്രമാണ് ഈ പൊതുധനം കൈകാര്യം ചെയ്യാനായിട്ട് അവരെ മാത്രമാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിന്റെ കൺവീനർ അല്ലെങ്കിൽ ഫണ്ട് സൂക്ഷിക്കേണ്ട ചുമതല, ഉത്തരവാദിത്തം അവരുടെ പേരിലാണ്. അത് തന്നെ ഈ വാർഡ് അധ്യക്ഷന്റെയും കൺവീനറുടെയും പേരിലുള്ള ജോയിന്റ് അക്കൗണ്ടിലായിരിക്കും ഈ ഫണ്ടുകൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഈ കമ്മിറ്റി മെമ്പേഴ്സിൽ ഒരു MSS വോളണ്ടിയേഴ്സ് എന്ന് പറയുന്നത് ആരെയാ സാറേ? അത് നേരത്തെ കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു സ്ത്രീകൾ ശാക്തീകരണ കൂട്ടായ്മയായിരുന്നു മഹിളാ സ്വസ്ഥ സംഘുകൾ. ഈ സാധനം 2008 മഹിളാ സ്വസ്ഥ സംഘുകളെ സർക്കാർ മാറ്റി കുടുംബശ്രീ കാര്യങ്ങൾ നിലവിൽ വന്നപ്പോഴത്തേക്ക് മഹിളാ സ്വസ്ഥ സംഘുകൾ ഇല്ലാതായി. ഈ രൂപീകൃതമായിട്ടുള്ളത്, ഈ ചട്ടവും കാര്യങ്ങളും ഉണ്ടായത്, NHMD ചട്ടവും കാര്യങ്ങളും ഉണ്ടായത് അതിന് മുൻപായതുകൊണ്ടാണ് ഇപ്പോഴും അതിന് മഹിളാ സ്വസ്ഥ സംഘ് എന്ന് ഇപ്പോഴും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സാറേ, കൗൺസിലിംഗിന് ENBC എന്ന് പറയുന്നല്ലോ, എന്താണ് ENBC എന്ന് പറയാൻ? കൗൺസിലിംഗ് ഓൺ ENBC എന്നൊരു ടേം കണ്ടു. ENBC എന്താണ് ടേം? Education of girls, age of marriage, care during pregnancy, danger signs during pregnancy, birth preparedness, importance of nutrition, institutional delivery, identification and referral transport, availability of fund under JSY for referral transport, postnatal care, breastfeeding and complementary feeding, care of newborn, contraception, and organizing group discussion in maternal death, if any, and have occurred during the previous month, and in order to identify and analyze possible causes. ഇതാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾ ചോദിച്ചത് എന്താണ്? ENBC, കൗൺസിലിംഗ് ഓൺ ENBC എന്നൊരു ടേം, ഇഷ്യൂസ് ടു ബി ഡിസ്കസ്ഡ് വിത്ത് കമ്മ്യൂണിറ്റി. അതായത് VHND മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്യേണ്ട ഇഷ്യൂസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കൗൺസിലിംഗ് ഓൺ ENBC എന്ന് പറഞ്ഞിരുന്നു. ഏർലി ന്യൂബോൺ കെയർ. ഓക്കെ, താങ്ക് യു സർ. അതായത് നവജാത ശിശുക്കളുടെ വീട്ടിലെ ഗൃഹപരിപാലനം. ഓക്കെ സാറേ, VHNCയുടെ ചെയർമാനും കൺവീനറും ആരൊക്കെയാണെന്ന് ഒന്നുകൂടെ പറയാം സർ. ചെയർമാൻ ജനപ്രതിനിധി ആയിരിക്കും. അതായത് ആ വാർഡിലെ കൗൺസിലർ അല്ലെങ്കിൽ വാർഡ് മെമ്പർ ആണ് അതിന്റെ അധ്യക്ഷൻ. കൺവീനർ എന്ന് പറയുന്നത് ആരോഗ്യ പ്രവർത്തകർ അല്ലെങ്കിൽ മുനിസിപ്പൽ ഹെൽത്ത് സർവീസിലോ പൊതുജനാരോഗ്യ സേവനത്തിലെയോ JHO, JPHനോ ആയിരിക്കും അതിന്റെ കൺവീനർ. സാറേ, ഒരു സംശയം കൂടെ സാറേ, ഈ വാർഡ് തല ആരോഗ്യ ശുചിത്വ പോഷക സമിതി തന്നെയാണല്ലോ സാറേ ഈ ഹെൽത്ത് സ്റ്റാറ്റസ് റിപ്പോർട്ടും ഓരോ വാർഡുകളിൽ അല്ലെങ്കിൽ ഓരോ മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ ഓരോ വാർഡുകളിലും ഉണ്ടാക്കി അത് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്? അവരും തയ്യാറാക്കണം. അതിനോടൊപ്പം തന്നെ, കാരണം ഈ ഹെൽത്ത് സ്റ്റാറ്റസ് റിപ്പോർട്ടുകൾ വാർഡ് തലത്തിൽ ഈ വാർഡ് തല ആരോഗ്യ ശുചിത്വ കമ്മിറ്റികൾക്ക് തയ്യാറാക്കാം. അതും പരിഗണിക്കപ്പെടും. അതിനോടൊപ്പം തന്നെ ഈ പഞ്ചായത്തുകൾക്ക് ആരോഗ്യ പ്രവർത്തകരുടെ ഉത്തരവാദിത്വമായിട്ട് വരുന്നതാണ് ആ വാർഡ്. കാരണം ആരോഗ്യ പ്രവർത്തകരുടെ ഏരിയയും ഈ വാർഡ് തല ശുചിത്വ വാർഡിന്റെ കൃത്യമായ ഒരു ബൗണ്ടറി ഉണ്ട്. അതേസമയം ആരോഗ്യ പ്രവർത്തകരുടെ ഏരിയ എന്ന് പറയുമ്പോൾ ഒരു സബ് സെന്ററിന്റെ ഏരിയയും അല്ലെങ്കിൽ JHയുടെ ഏരിയയും തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കും. അത് ചിലപ്പോൾ 1.5 വാർഡ് അല്ലെങ്കിൽ ഒരു വാർഡിന്റെയും മറ്റൊരു ഭാഗവും കൂടെ ചേർന്ന് വരും. എന്നിട്ട് ഈ ഓരോ വാർഡുകളിലെയും ആരോഗ്യ ശുചിത്വ പോഷക ഹെൽത്ത് സ്റ്റാറ്റസ് റിപ്പോർട്ടുകൾ തയ്യാറാക്കേണ്ടത് പ്രധാനമായിട്ടും ആരോഗ്യ പ്രവർത്തകരുടെ ഉത്തരവാദിത്തമാണ്. അത് നമ്മുടെ ആരോഗ്യ പ്രവർത്തക സമിതി ഉണ്ടെന്നുണ്ടെങ്കിൽ സമിതിയുടെ കൂടെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് വേണം ഈ റിപ്പോർട്ടുകൾ തയ്യാറാക്കേണ്ടത്.